ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു ഫോർമാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്തൊരു ഒരു കോണ്ടന്റ് ഉണ്ട്. അത് നിങ്ങളെ കാണിച്ചതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ ഫോം വഴി ആൻസർ ചെയ്ത കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മേ ബി ആ സമയത്ത് ആ വാട്സാപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ടൂൾ ആക്കിയിട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ നമുക്കത് വായിച്ചിട്ട് അതിന് ആൻസർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെയല്ലേ? അതെ ചേട്ടാ, നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. ഓക്കെ. ഓക്കെ. സോ നമുക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എന്താ പറഞ്ഞിരുന്നേ ആദ്യം? നമ്മുടെ കീ ടോപ്പിക്സ് ഇവർക്ക് പറഞ്ഞില്ലായിരുന്നു. ഇവരോട് നമ്മള് കീ ടോപ്പിക്സ് പറഞ്ഞില്ലായിരുന്നോ? അത് വെച്ച് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, ശരി. സോ നമ്മള് ജോബ് ഹണ്ടിങ് അല്ലെങ്കിൽ നമ്മളൊരു തൊഴിലന്വേഷണത്തെ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എസെൻഷ്യൽ അതൊരു സെയിൽസ് പ്രോസസ്സാണ്. നമ്മളുടെ സ്കിൽസ്, നമ്മളുടെ എക്സ്പീരിയൻസ്, നമ്മളുടെ നെറ്റ്വർക്ക് ക്യാപിറ്റല്, ഇതൊക്കെ ഉപയോഗിച്ച് നമ്മളൊരു സെയിൽസ് അല്ലെങ്കിൽ ഹയറിംഗ് മാനേജറെ നമ്മൾ കൺവിൻസ് ചെയ്യാണ് അവരുടെ ഒരു വേക്കൻസിക്കുള്ള ഒരു പൊട്ടൻഷ്യൽ ഫിറ്റ് നമ്മളാണെന്ന് കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബേസിക്കലി ഒരു സെയിൽസ് ഒരു ഹയറിംഗ് പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ഡേറ്റ മൈനിങ് എഞ്ചിനീയർ ഹയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് 500 ആപ്ലിക്കേഷൻ വന്നു വിചാരിച്ചു. എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരാളെ പിക്ക് ചെയ്യണം. ഓക്കെ, ഈ പിക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ സെലക്ട് ചെയ്യല്ല ചെയ്യുന്നത്, ത്രൂ പ്രോസസ് ഓഫ് എലിമിനേഷൻ ആൾക്കാരെ കുറച്ച് കൊണ്ടുവന്ന് ലാസ്റ്റ് ഒരാളെ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സ്. സോ മിക്കവാറും സ്ഥലത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എലിമിനേഷനിലാണ് നിങ്ങൾ പുറത്തു പോവുക. ഇപ്പോ പല സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഇപ്പൊ ഫ്രഷർ ജോബ് പോസ്റ്റുകൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പണിങ്ങിന് ഏറ്റവും മിനിമം 500 ആപ്ലിക്കേഷൻസ് വരും. ഈ ഡേറ്റാ സയൻസിന്റെ ആണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 1000 മുകളിലാണ് ഫ്രഷേഴ്സിന്റെ ഓപ്പണിങ്സ് വരികയാണെങ്കിൽ. അപ്പോൾ ഈ 500 പേരിൽ നിന്ന് നിങ്ങളെ സെലക്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും ബേസ് മിനിമം 500 ആണെങ്കിൽ ഈ 500 പേരിൽ നിന്ന് നിങ്ങളെ സെലക്ട് ചെയ്യണമെങ്കിൽ വാട്ട് മേക്സ് യു യുണീക്ക്, അല്ലെങ്കിൽ മറ്റുള്ള കാൻഡിഡേറ്റ്സിനേക്കാൾ നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത ഉള്ളതെന്ന് നിങ്ങൾക്ക് HR-നെ കൺവിൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കാര്യം. അപ്പം അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഇനി അടുത്ത സ്ലൈഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒന്ന്, നിങ്ങൾക്ക് വേണ്ട ടെക്നിക്കൽ സ്കിൽസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു ഡേറ്റാ സയന്റിസ്റ്റ് ആണെങ്കിൽ ഡേറ്റാ സയൻസ് സ്കില്ല് ബിൽഡ് ചെയ്യണം. നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് സ്കിൽസ്, ലൈക്ക് ആർക്കിടെക്ചർ ഉണ്ടാകുന്ന സ്കിൽസ്, അങ്ങനെ പല സ്കിൽസ് നിങ്ങൾ ബിൽഡ് ചെയ്യണം. അപ്പം അതിനുള്ള മാർഗങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന്, ഈ ബിടെക് അല്ലെങ്കിൽ BE ഡിപ്ലോമയോ പോലുള്ള ഫോർമൽ ട്രെയിനിങ്, അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസിലോ IT-ലൊക്കെ ഒരു ഫോർമൽ ട്രെയിനിങ് ആണ് ഒരു വഴി. പക്ഷെ നമ്മുടെ നാട്ടില് ഉള്ള എഞ്ചിനീയറിംഗ് കോളേജിലും പ്രൊഫഷണൽ കോളേജിലൊക്കെ മിക്കവാറും പരീക്ഷ പാസ്സാക്കാനുള്ള കാര്യം നടക്കുന്നുള്ളൂ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒന്നും കാര്യമായിട്ട് പഠിപ്പിക്കുന്നില്ല. ബട്ട് ഇൻ തിയറി ഫോർമൽ ട്രെയിനിങ് അതാണ് ഒരു വഴി. രണ്ടാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് ലേണിംഗ് ആണ്. നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ള ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പൊ അത് വെച്ചുള്ള സെൽഫ് ലേണിംഗ് ആണ് മറ്റൊരു വഴി. അപ്പൊ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് EDX എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിനത് CS50 എന്നൊരു ഫ്രീ കോഴ്സ് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞത്. അത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു കോഴ്സാണ്. അത് ഫ്രീ ആണ്. സോ ഈ കോഴ്സാണ് ഞാൻ സാധാരണ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുക. കാരണം സിയിൽ തുടങ്ങി പൈത്തൺ SQL വരെ എത്തുന്ന ഒരു പ്രോഗ്രസീവായിട്ട് പോകുന്ന ഒരു രീതിയിലുള്ളൊരു കോഴ്സാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫണ്ടമെന്റൽസ്, അതായത് ഇപ്പൊ മെമ്മറി തുടങ്ങിയ ഫണ്ടമെന്റൽസ് മുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇതാണ് ഞാൻ ആക്ച്വലി സജസ്റ്റ് ചെയ്യുന്ന സംഭവം. ഈ EDX കോഴ്സ് പഠിച്ച് നല്ല ജോലി കംപ്ലീറ്റ് ചെയ്ത് നല്ല ജോലി നേടിയ ഒരുപാട് പേരെ എനിക്കറിയാം. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ സ്കിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റേൺഷിപ്സ് ആണ് ഒരു മാർഗം. അപ്പോൾ ഞാൻ എന്റെ കമ്പനിയിൽ 2014 മുതൽ ഇന്റേൺഷിപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ഒരു ഫോക്കസ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെബ് സ്ക്രേപ്പിംഗ്, ഡേറ്റ മൈനിങ്, വെബ് ഓട്ടോമേഷൻ, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ഫോക്കസ് ഏരിയ. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോക്കസ് ഏരിയ ഉണ്ടാവും. ആ ഫോക്കസ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളെ ലിങ്ക്ഡിൻ വഴിയോ മറ്റു രീതിയിലോ കണ്ടുപിടിച്ചിട്ട് അവിടെ എന്നുള്ളതാണ് നിങ്ങളുടെ സ്കിൽസ് ബിൽഡ് മാർഗം. ഗതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്വന്തമായിട്ട് ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിനൊക്കെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു സ്ട്രക്ചർഡ് അപ്രോച്ച് ഉണ്ടാവില്ല. നമ്മളൊരു സംഭവം പഠിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലം ചെയ്യും, പുതിയൊരു പ്രോബ്ലം വരുമ്പോഴത്തേക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പറയും. ഇപ്പോൾ നമ്മുടെ ഒരു
ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ എന്താണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. പക്ഷെ ഒരു കമ്പനി എൻവറോൺമെന്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ അവിടെ കുറച്ച് ഒരു ഫ്രെയിം വർക്കുകളും കുറച്ച് പ്രോസസ്സുകളും ഒക്കെ ഉണ്ടാവും. അത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്സ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ ചെന്ന് തന്നെ പഠിക്കാൻ പറ്റും. ഇനി അത് കൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പോർട്ട്ഫോളിയോ പ്രൊജക്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത്. അതായത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റുകൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. മേ ബി ഒരു ആപ്പ്, ഇപ്പൊ ഫ്ലട്ടറിൽ ഒരു ആപ്പ് ഉണ്ടാക്കാം. ആ ആപ്പ് ചിലപ്പോൾ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാന്ന് വിചാരിച്ചു. ഇപ്പൊ KSRTC ബസിന്റെ ടൈമിങ്, ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. KSRTC ബസിന്റെ ടൈമിങ് ആൾക്കാർക്ക് അറിയാൻ പറ്റുന്ന ഒരു ആപ്പ്, അല്ലെങ്കിൽ മെട്രോയുടെ കൃത്യമായിട്ടുള്ള ടൈമിംഗ് അറിയാൻ പറ്റുന്ന ഒരു ആപ്പ്. അപ്പൊ ഇങ്ങനെയുള്ള പോർട്ട്ഫോളിയോ പ്രൊജക്ട്സ് ആൾക്കാർ യൂസ് ചെയ്യുന്ന പ്രൊജക്ട്സ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം. അതൊരു വഴിയാണ് നിങ്ങളുടെ സ്കില്ല് ബിൽഡ് ചെയ്യാൻ വേണ്ടി. അതല്ലാതെ വേറൊരു വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻസ് ആണ്. ഒരുപാട് ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സ് ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോ ഈ ഓപ്പൺ സോഴ്സ് പ്രൊജക്ടുകൾക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ട്. എല്ലാം ആദ്യം കയറി കോഡിലേക്ക് കോൺട്രിബ്യൂട്ട് അല്ല, നിങ്ങൾക്ക് ഡോക്യുമെന്റേഷൻ മുതൽ അങ്ങോട്ടേക്ക് ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റും. അപ്പം ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻസ് ചെയ്യാന്നുള്ളത് ഒന്ന് സ്കില്ല് ബിൽഡ് ചെയ്യാൻ വേണ്ടി വളരെ നിങ്ങളെ സഹായിക്കുന്ന ഒരു സംഭവമാണ്. കേരളത്തിൽ നിന്ന് തന്നെ വളരെ വലിയ രീതിയിൽ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഉണ്ട്. വളരെ നല്ല രീതിയിൽ സ്റ്റാർസ് ഒക്കെ കിട്ടിയ ഓപ്പൺ സോഴ്സ് പ്രോജക്ട്സ് ഉണ്ട്. ഇപ്പോ റീസെന്റ് വന്നൊരു സംഭവമാണ് ദേവിക എന്ന് പറഞ്ഞൊരു ഒരു AI കോഡ് ഏജന്റ്. അതായത് നിങ്ങളോട് ഒരു പെയർ പ്രോഗ്രാമർ പോലെ ഇരുന്നിട്ട് കോഡ് ചെയ്യുന്നൊരു സംഭവമാണ് ദേവിക. ഡെബിൻ എന്ന് പറഞ്ഞൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു US റിലീസ് ചെയ്തൊരു പ്രൊപ്രൈറ്ററി ടൂളിന്റെ ഒരു ഓപ്പൺ സോഴ്സ് വെർഷൻ നമ്മുടെ കേരളത്തിലുള്ള ഒരു പയ്യനെ ഉണ്ടാക്കിയതാണ്. അത് ഭയങ്കരമായിട്ട് ഹിറ്റായി പോയി. സോ അത്തരത്തിൽ നിങ്ങൾക്ക് ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സ് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യോ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഒരു നല്ലൊരു പ്രൊജക്ട്, ഇപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ സോഴ്സ് സംഭവമാണ് സ്ട്രീംലിറ്റ് എന്ന് പറയും. അത് ഡേറ്റാ സയന്റിസ്റ്റുകളും ഡെവലപ്പേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് നിങ്ങൾക്ക് വലിയ ഫ്രണ്ട് എൻഡ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഒരു ഫ്രണ്ട് എൻഡ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സ്ട്രീംലിറ്റ്. അപ്പൊ ഈ സ്ട്രീംലിറ്റിന്റെ കോഡ് ബേസിലേക്ക് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ വിഡ്ജറ്റ് ഉണ്ടാക്കി പബ്ലിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ ഇഫ് യു ആർ ലുക്കിംഗ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്, സ്ട്രീംലിറ്റ് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ഇനി അടുത്തൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ NGOകൾ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങളുണ്ടാവും. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് ഇംപ്രൂവ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന മാനുവലായിട്ട് ചെയ്യുന്ന ഒരു സാധനത്തിന് വേണ്ടി നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റും. അതും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽസ് ഹോൺ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പം ഇതാണ് നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽസ്. ഈ ടെക്നിക്കൽ സ്കിൽസ്, അതായത് നിങ്ങളുടെ ഹയറിംഗിൽ നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽസ് മേ ബി ഒരു 40% ആയിരിക്കും നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക. ഓക്കെ, അതല്ലാതെ വേറെ ഫാക്ടേഴ്സ് ഉണ്ട്. സോ അതിലേക്കാണ് അടുത്ത് പോകുന്നത്. പിന്നെ അടുത്തത് സോഫ്റ്റ് സ്കിൽസ് ആണ്. അതായത് നിങ്ങൾക്ക് നന്നായിട്ട് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ നന്നായിട്ട് ടെക്നോളജി അറിഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ നിങ്ങൾക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങളുടെ പോയിന്റ്സ് മറ്റവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. മറ്റുള്ളവരുടെ പോയിന്റ്സ് ലിസൺ ചെയ്ത് നിങ്ങൾക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ പല പല സോഫ്റ്റ് സ്കിൽസ് നിങ്ങൾക്ക് വേണം. ഇപ്പം മലയാളികളുടെ ഒരു പ്രധാന പ്രശ്നമാണ് ഇംഗ്ലീഷിൽ അത്ര ഫ്ലുവൻസി ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്, പക്ഷെ അത് പരിഹരിക്കാൻ പറ്റും. ഈ ഡിയോലിംഗോ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഓൺലൈൻ ആപ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇംഗ്ലീഷ് നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഗ്രൂപ്പ്സ് ഉണ്ട്, ഇങ്ങനത്തെ ലാംഗ്വേജ് സ്പെസിഫിക് ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ഗ്രൂപ്പ്സിൽ ചേർന്നിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റുകൾ, ടെക് ടോക്കുകൾ, ഇപ്പൊ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടെക് ടോക്കുകൾ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഡേറ്റാ സയൻസ് ആണ് ഇൻട്രസ്റ്റ് എന്ന് വിചാരിച്ചു, ഈ ഡേറ്റാ സയൻസിനെ കുറിച്ചുള്ള ഒരുപാട് ടെക് ടോക്കുകൾ ഉണ്ട്. ഈ ടെക് ടോക്കുകൾ കാണുക, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലൈക്ക് യൂട്യൂബ് ചാനൽസ് ഫോളോ ചെയ്യുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒരാളോട് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോസ്റ്റ് മാസ്റ്റേഴ്സ് പോലുള്ള ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാൻ പറ്റും. കൊച്ചിയിലുണ്ട്. നിങ്ങൾ കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് തോന്നുന്നു കൊച്ചിയിലും കാലിക്കറ്റും ട്രിവാൻഡ്രത്തും ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ ചാപ്റ്റേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊച്ചിയിൽ എന്തായാലും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ടോസ്റ്റ് മാസ്റ്റേഴ്സ് പോലുള്ള ക്ലബ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഒന്നെങ്കിൽ ലൈക്ക് ജേർണൽസ് എഴുതാം, അല്ലെങ്കിൽ ബ്ലോഗ് പോസ്റ്റുകൾ എഴുതാം. അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് സ്കിൽസ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ബുക്ക് വായിക്കുക, ആർട്ടിക്കിൾസ് വായിക്കുക, അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ്
അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഈ സോഫ്റ്റ് സ്കിൽസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ടെക്നിക്കലി വളരെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള പല ആൾക്കാരും ഇന്റർവ്യൂ പാസ്സാവത്തിന് ഒരു കാരണം അവരുടെ സോഫ്റ്റ് സ്കില്ലിന്റെ സൈഡ് വീക്ക് ആയതുകൊണ്ടാണ്. സോ ടെക്നോളജി പഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, മേ ബി ഇതിനും ഞാനൊരു ഒരു 40% വെയിറ്റേജ് ആയിരിക്കും കൊടുക്കുക. ഓക്കെ, ഓക്കെ. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നെറ്റ്വർക്ക് ക്യാപിറ്റൽ, അതായത് ഇപ്പൊ എനിക്ക് പരിചയമുള്ള ഒരാളെ എനിക്കിപ്പോ ഗൂഗിളുള്ള ഒരാളുമായിട്ടൊരു ഒരു HR ആയിട്ട് സംസാരിക്കണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഗൂഗിളുള്ള HR ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എനിക്ക് നല്ല പരിചയമുള്ള ഒരാളെ ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ പറയുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം. ഓക്കെ, അപ്പോ അത് ചെയ്യണമെങ്കിൽ എനിക്കെന്ത് വേണം? ഇത്തരത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻസ് ബിൽഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരായിട്ട് കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം ലിങ്ക്ഡിൻ പോലുള്ള ലൈക്ക് ബിസിനസ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഒരു അപ് ടു ഡേറ്റ് ആയിട്ടുള്ളൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ വേണം. നിങ്ങളുടെ ഇൻഡസ്ട്രിയിലായിട്ടുള്ള ആൾക്കാരോട് കണക്ട് ചെയ്യണം. അത് ലൈക്ക് കണക്ഷൻ റിക്വസ്റ്റ് അയക്കുമ്പോൾ ഹേയ് എൻ്റെ പേര് ഇതാണ്, ഞാൻ ഈ ഒരു ടെക്നോളജിയിലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഞാൻ നിങ്ങളുടെ പോസ്റ്റുകൾ വായിക്കാറുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്ന, ലുക്കിംഗ് ഫോർവേഡ് ടു കണക്ടിങ് വിത്ത് യു, അങ്ങനെ ഒരു മെസ്സേജ്, പേഴ്സണലൈസ്ഡ് മെസ്സേജ് ഒക്കെ അയച്ച് കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക. അങ്ങനെ ഗ്രാജുവലി നിങ്ങളുടെ പേഴ്സണൽ മീൻസ് ലൈക്ക് പ്രൊഫഷണൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്ക് ക്യാപിറ്റൽസ് ബിൽഡ് ചെയ്ത് വരിക. ഇതൊരു ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റൊരു സംഭവമല്ല. ഓക്കെ, അത് നിങ്ങൾ ഇങ്ങനെ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ മെല്ലെ 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 ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട സംഭവമാണ്. ഓക്കെ, സോ സ്റ്റാർട്ട് ടുഡേ. ഒരു ദിവസം 10 പേർക്കെങ്കിലും നിങ്ങൾ എന്താണ് ലിങ്ക്ഡിനിൽ കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക വിത്ത് എ പേഴ്സണലൈസ്ഡ് മെസ്സേജ്, കണക്ട് വിത്ത് ദം, ദെൻ കീപ് എക്സ്പാൻഡിങ്, ആസ്ക് ദം ഫോർ റെഫറൻസ്. അവരോട് നിങ്ങൾക്ക് റെഫറൻസ് ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ എന്ന് പറയുമെന്ന് ചോദിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇത് പിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്കിംഗ് ഇവന്റ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതുപോലുള്ള വെബിനാർസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹാക്കത്തോൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻഡസ്ട്രി കോൺഫറൻസസ് ഉണ്ട്. അപ്പൊ പൈക്കോൺ എന്ന് പറഞ്ഞൊരു കോൺഫറൻസ് ഉണ്ട്. ഈ പൈത്തൺ ഡെവലപ്പേഴ്സ് ഒക്കെ സ്ഥിരമായിട്ട് പോകുന്ന ഒരു കോൺഫറൻസ് ആണ് പൈക്കോൺ. അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സിമിലർ ടേസ്റ്റ് ഉള്ള ആൾക്കാർ ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റും, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഈസി ആക്സസ് ആയിരിക്കും. സോ ഈ നെറ്റ്വർക്കിംഗ് ഇവന്റ്സ് അറ്റൻഡ് ചെയ്യുക, അവിടുന്ന് പരിചയപ്പെടുന്നവരുടെ കോൺടാക്ട് വാങ്ങിക്കുക, അവരുടെ ലിങ്കിൽ കണക്ട് ചെയ്യുക, അവരുടെ നമ്പേഴ്സ് വാങ്ങിക്കുക, അവരുമായിട്ട് വാട്സാപ്പിലോ ലൈക്ക് കീപ്പ് ഇൻ ടച്ച് വിത്ത്. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ലൈക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഗൈഡൻസ് വേണം, മെന്റർഷിപ്പ് വേണം. അപ്പം മെന്റേഴ്സ് ആവാൻ കേപ്പബിലിറ്റി ഉള്ള ആളുകളെ കണ്ടെത്തി അവരോട് ഗൈഡൻസും അഡ്വൈസും ചോദിക്കണം. ഇപ്പൊ പല ആൾക്കാർക്കും ഈ മെന്ററിങ് ചോദിക്കാൻ വേണ്ടി മെന്റേഴ്സിനെ സീക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ വിചാരിക്കുക ഒരു തിരക്കല്ലേ ഇത് ചെയ്യുമെന്ന്. പക്ഷെ സർപ്രൈസിംഗ്ലി ആൾക്കാർക്ക് ജൂനിയർ ആയിട്ടുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാർക്ക്, മേ ബി ഒരു 50% ആൾക്കാർക്കും അവരുടെ ജൂനിയേഴ്സിനെ മെന്റർ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളത് അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അവർക്ക് അവരുടെ അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളിപ്പം നിങ്ങളൊരു ഡേറ്റാ സയൻസ് അല്ലെങ്കിൽ ഡേറ്റാ സയൻസിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഗ്രോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ നിങ്ങളെക്കാൾ ഒരു 4-5 വർഷം കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയിൽ ഒരു ഡേറ്റ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡേറ്റാ സയന്റിസ്റ്റ് പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ കണ്ടെത്തിയിട്ട് ഞാൻ ഒരു ഫ്രഷറാണ്, എനിക്ക് ഈ ഒരു ഫീൽഡിൽ താല്പര്യമുണ്ട്, അപ്പം എനിക്ക് കുറച്ച് മെന്ററിങ് അഡ്വൈസ് ഒക്കെ തരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആൾക്കാർ, നിങ്ങളൊരു 10 പേരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7 പേരെങ്കിലും നിങ്ങൾക്ക് ഓക്കെ ഐ കൻ ഹെൽപ്പ് എന്ന് പറയും. സോ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ലിവറേജ് ചെയ്യണം. പക്ഷെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നിങ്ങളുടെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരോട് മാത്രം ചോദിക്കുക, ചുമ്മാ റാൻഡം ആയിട്ട് ആരും ചോദിക്കരുത്. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിംഗ് എന്നുള്ളതാണ്. ഈ പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോളജ് ഷെയർ ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പുതിയൊരു ടെക്നോളജി പഠിച്ചു, സ്ട്രീംലിറ്റ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഫാസ്റ്റ് API എന്ന് പറഞ്ഞ ടെക്നോളജി പഠിച്ചു. ഈ API ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിം വർക്കാണ് ഫാസ്റ്റ് API. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലോഗ് എഴുതാം. ഞാൻ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യാൻ പഠിച്ചു, അതിനകത്ത് ഇതൊക്കെയാണ് എൻ്റെ അഡ്വാൻറ്റേജസ്, എനിക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റി. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫാസ്റ്റ് API ഉണ്ടാക്കാൻ ഒരു എക്സാമ്പിൾ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും.
എനിക്ക് മറ്റേതുമായിട്ട് മറ്റ് API ഫ്രെയിംവർക്കുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെന്തൊക്കെയാണ് ഇതിന് അഡ്വാൻറ്റേജ് തോന്നിയത് തുടങ്ങി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈക്ക് ഒരു ബ്ലോഗ് അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങൾ വഴി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ പീപ്പിൾ വിൽ നോട്ടീസ് യു. അപ്പൊ നിങ്ങൾ എഴുതുന്ന ടോപ്പിക്ക് എത്രത്തോളം അവർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു HR മാനേജർ ഇത് കാണുകയാണെങ്കിൽ അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നോർമലി ദർ വിൽ ബി കണക്ട്, അവരെ ഒരു കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ സോ ഇതാണ് ഒരു മാർഗം. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുടെ ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പം IEEE ഒരു കോളേജുകളിലൊക്കെ ആക്റ്റീവ് ആയിട്ടൊരു കമ്മ്യൂണിറ്റിയാണ് IEEE. പിന്നെ ടിങ്ക് ഹബ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്, കൊച്ചിയിലുള്ളത്. അവർ വളരെ ആക്റ്റീവാണ്, അവരുടെ ചാപ്റ്റേഴ്സ് ഒക്കെ വളരെ ആക്റ്റീവാണ്. അതിന്റെ ഫൗണ്ടേഴ്സിനൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം, വളരെ വളരെ നല്ല ആൾക്കാരാണ്, എപ്പോഴും ഹെൽപ്ഫുൾ ആയിട്ട് ലൈക്ക് ഹെൽപ്പ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ പൈത്തൺ കൊച്ചി എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പ്സ് ഉണ്ട്, ലൈക്ക് ടെലിഗ്രാമിലുള്ള ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ GDC ഒക്കെ പോലുള്ള കമ്മ്യൂണിറ്റികളുണ്ട്. ഇത്തരത്തിൽ കമ്മ്യൂണിറ്റികളും ഗ്രൂപ്പുകളും ഒക്കെ നിങ്ങൾ എൻഗേജ് ചെയ്യുക. അവിടെ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടെ അവസരങ്ങൾ കിട്ടും. ഒരു കാര്യം പറയാറുണ്ട്, ദ ബെസ്റ്റ് ജോബ്സ് ആർ നെവർ അഡ്വർടൈസ്ഡ് എന്ന് പറയും. അതാണ് ഞാൻ ഇവിടെ ഉള്ളത്. ബെസ്റ്റ് ജോബ്സ് ആർ നെവർ അഡ്വർടൈസ്ഡ്. നല്ല ജോബ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ജോബ്സിന് എപ്പോഴും റഫറൻസ് വഴിയായിരിക്കും ഇത് എന്താണ് ആൾക്കാരെ എടുക്കുക. ഇപ്പം എനിക്ക് എൻ്റെ ഒരു കമ്പനിയിലേക്ക് ഒരു വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാളെ ഹയർ ചെയ്യണം. ഞാൻ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ഇട്ടിട്ട് എനിക്ക് വൈസ് പ്രസിഡന്റ് വേണമെന്ന് പറയില്ല, അങ്ങനെയുള്ളവരുണ്ടാവും. പക്ഷെ ഇൻ മോസ്റ്റ് കേസസ് ഞാൻ എൻ്റെ നെറ്റ്വർക്കിൽ എനിക്ക് അറിയാവുന്ന കേപ്പബിൾ ആയിട്ട് തോന്നുന്ന ഒരു 5-6 പേരെ സെലക്ട് ചെയ്തിട്ട് അവരോട് സംസാരിക്കും, അങ്ങനെ ആയിരിക്കും സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് നല്ല അവസരങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് ഒരു ഡേറ്റ മൈനിങ് എന്നുള്ള സംഭവത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾ വെണ്ടർ ചെയ്യുന്ന ഒരാൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങളുടെ കേപ്പബിലിറ്റി അദ്ദേഹത്തിന് അറിയാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു ഓപ്പണിംഗ് വരുമ്പോഴത്തേക്ക് HR പറയും, സി ഇയാളെ എനിക്കറിയാം, ഇയാൾക്ക് അത്യാവശ്യം നല്ല കേപ്പബിൾ ആണ്, ഇന്റർവ്യൂ ഹിം ഫസ്റ്റ്, അയാൾ ഓക്കണെങ്കിൽ അയാൾ എടുക്കും, എന്നിട്ടല്ലെങ്കിൽ നിങ്ങൾ ജോബ് പോസ്റ്റ് ചെയ്തോളെന്ന് പറയും. അങ്ങനെയാണ് സാധാരണഗതിയിൽ ഹയറിംഗ് നടക്കുക. സോ അത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് ചെയ്യണം, നെറ്റ്വർക്കിംഗ് ഇവന്റ്സ് അറ്റൻഡ് ചെയ്യണം, മെന്റർഷിപ്പ് സീക്ക് ചെയ്യണം, പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യണം, പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്സ് ഉണ്ടാക്കണം, പിന്നെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ്സ് ജോയിൻ ചെയ്യണം. ഇത് ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്യണം. ഓക്കെ, ഇനി ഒരു റെസ്യൂം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുക. അപ്പോൾ പല ആൾക്കാരുടെ റെസ്യൂം കാണുമ്പോഴത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 21ാം നൂറ്റാണ്ടായെന്ന് തോന്നില്ല. കാരണം അതുപോലെ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് പലരും റെസ്യൂം ചെയ്യുക. അപ്പൊ നിങ്ങൾക്കൊരു HR-ന്റെ അടുത്ത് ഇപ്പൊ 500 പേര് വരുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഒരു 50 പേരെ ആയിരിക്കും. ഈ 50 പേരിൽ പെടാനുള്ള നിങ്ങളുടെ എൻട്രി ടിക്കറ്റ് ആണ് നിങ്ങളുടെ റെസ്യൂം. ഓക്കെ, യൂഷ്വലി വലിയ കമ്പനികളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HR-ലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കുറെ ആപ്ലിക്കേഷൻസ് റിജക്റ്റഡ് ആവും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ATS ഉള്ള സംഭവം, ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം. അതായത് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ റെസ്യൂമെ പാഴ്സ് ചെയ്തെടുക്കും. അതിൻ്റെ അകത്ത് അവരുദ്ദേശിക്കുന്ന കീവേഡ്സും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല, അതിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റിജക്ട് ചെയ്യും. സോ നിങ്ങളുടെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുമ്പം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് റെസ്യൂമേക്കകത്ത് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒന്നിപ്പോ നമ്മൾ ആദ്യം ഉണ്ടാവുന്ന ഒരു എബൌട്ട് മീ എന്നൊരു സെക്ഷൻ ഉണ്ടാവും. ഓക്കെ, സാധാരണ മിക്ക റെസ്യൂമിൽ ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ് എബൌട്ട് മീ. ഇതൊരു ബാഡ് എക്സാമ്പിൾ ആണ്. ഒരു എബൌട്ട് മീയുടെ ബാഡ് എക്സാമ്പിൾ ആണ്. ഇപ്പം എന്തുകൊണ്ടാണ് ബാഡ് എക്സാമ്പിൾ ഇത് ആക്ച്വലി എനിക്ക് കിട്ടിയൊരു സാധനം കേട്ടോ. എനിക്ക് എന്റെ കമ്പനിയിലേക്ക് വന്ന ഒരു റെസ്യൂമിൽ ഉണ്ടായിരുന്ന സംഭവമാണ്. ഐ ജസ്റ്റ് പാസ്ഡ് ഔട്ട് ഫ്രം KTU. ഈ പാസ്ഡ് ഔട്ട് എന്നുള്ളതല്ല, ഗ്രാജുവേറ്റഡ് എന്നുള്ളതാണ് കറക്റ്റ് വേർഡ്. സോ അത് തന്നെ ഇതാണ്. In computer science, I did an internship and did some coding. I need job as a junior software in Python in an esteemed organization. ഈ esteemed organization ഒക്കെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്നാ ക്ലീഷേ വേർഡ്സ് ആണ്. അതൊക്കെ വളരെ കൊല്ലം മുമ്പേ ഉപേക്ഷിക്കേണ്ട ഒരു വേർഡ്സ് ആണ്. I have some skills in Python coding and I want to learn more. So ഇതാണ് ഇത് വളരെ മോശം എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങളുടെ റെസ്യൂമെ നിങ്ങൾ നോക്കുക. ഇനി ഒരു നല്ല എക്സാമ്പിൾ. ഓക്കെ, സോ I am a recent graduate with a Bachelor of Science in Computer Science from NIT Trichy. ഇതെനിക്ക് ആക്ച്വലി വന്ന ഇതാണ്. My studies equipped me with strong foundation, programming languages, data structures and software development methodologies. ഈ ഗ്രീനിൽ ചെയ്തിട്ടുള്ള ഒരു സംഭവം നിങ്ങളൊന്ന് നോക്കണം. ബിക്കോസ് ഈ സംഭവങ്ങളൊക്കെ ഈ ATS അല്ലെങ്കിൽ ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റംസിന് ലൈക്ക് അവര് ചെക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ്. I am particularly passionate about data mining and web automation. During my internship at Zomato, അതായത് അവരെ ഇന്റേൺഷിപ്പ് ചെയ്ത കമ്പനീസ്
I gained valuable hands-on experience in data acquisition and web automation. I honed myself in Selenium and Python. I'm a quick learner with problem-solving mindset and strong work ethic. I'm eager to contribute to the automation technologies you're working on and confident that I can add great value. Okay, ഇതാണ് ഒരു വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഇതാണ്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ആ ബാഡ് എക്സാമ്പിൾ ഗ്രേറ്റ് വേഴ്സസ് ബാഡ് എന്നുള്ള ഒരു കമ്പാരിസൺ നോക്കുന്നത്? ഇപ്പൊ നമ്മൾ ആ ഗ്രേറ്റ് എക്സാമ്പിളൊക്കെ നോക്കുകയാണെങ്കിൽ അത് വളരെ സ്പെസിഫിക് ആണ്. ആ കാൻഡിഡേറ്റിന്റെ എഡ്യൂക്കേഷൻ, അവരുടെ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ്, അവർ ലേൺ ചെയ്ത ടെക്നിക്കൽ സ്കിൽസ്, അവരുടെ പാഷൻ ഫോർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, പിന്നെ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആണ്. മാത്രമല്ല അതൊരു ATS ഫ്രണ്ട്ലി അല്ലെങ്കിൽ ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് ATS ചെക്സ് ഒക്കെ സ്മൂത്ത് ആയിട്ട് പാസ് ചെയ്യും. ഇനി ആദ്യം കാണിച്ചത് ബാഡ് എക്സാമ്പിൾ എന്ന് വെച്ചിട്ട് അത് സ്പെസിഫിക് അല്ല, അത് ഭയങ്കര ഇൻഫോർമൽ ആയിട്ടുള്ള സംഭവമാണ്. ആ കാൻഡിഡേറ്റിന്റെ സ്ട്രെങ്തുകളും പൊട്ടൻഷ്യൽ വാല്യൂ ഒന്നും ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു സാധനം ഇല്ലത്തില്ല. സോ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ നിങ്ങളുടെ റെസ്യൂമിൽ പോയി നോക്കുക, നിങ്ങളുടെ അബൌട്ട് സെക്ഷൻ സ്പെസിഫിക് ആണോ, നിങ്ങളുടെ സ്കിൽസും എക്സ്പീരിയൻസ് എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ടോ, അത് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ഇത് വരാം. അപ്പോൾ ഒരു ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫ്രഷർ ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് മാക്സിമം ഉണ്ടാകുന്ന ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതൊരു ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസിന്റെ ഒരു ബാഡ് സംഭവമാണ്. ഇപ്പോൾ ഡിഡ് സം സ്റ്റഫ് വിത്ത് പൈത്തൺ ആൻഡ് ഡേറ്റ യൂസ് pandas and streamlit, മേഡ് സം ചാർട്ട്സ് വിത്ത് Power BI, വർക്ക് വിത്ത് അതർ പീപ്പിൾ ഓൺ ദ പ്രോജക്ട്. ഇത് വളരെ മോശമായിട്ടുള്ള സംഭവമാണ്. ഇനി ഒരു നല്ല എക്സാമ്പിൾ കാണിക്കാം. Developed and maintained data pipelines using Python, significantly enhancing the, അതായത് എന്താണ് അവിടെ ചെയ്തത്, എന്ത് ടെക്നോളജിയാണ് യൂസ് ചെയ്തത്, അവിടെ കൊണ്ടുവന്ന റിസൾട്ട് എന്താണ്, ഇതാണ് ഈ ഒരു നല്ല എക്സാമ്പിൾ കാണുന്നത്. പിന്നെ യൂട്ടിലൈസ് ലൈബ്രറീസ് സജസ്റ്റ് pandas for data analysis, streamlit for building interactive dashboards that provide actionable insights, leading to more informed decision making. So നിങ്ങൾ അവിടെ കൊണ്ടുവന്ന റിസൾട്ട്സ് ആണ് ആക്ച്വലി ഈ ഒരു നല്ല എക്സാമ്പിൾ പറയാൻ നിങ്ങൾ അവിടെ കൊണ്ടുവന്ന റിസൾട്ടുകളാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല എക്സാമ്പിൾ. ഓക്കെ, ഇനി ഒരു എഡ്യൂക്കേഷൻ, ഇനിയിപ്പോ നിങ്ങൾ പറയാണ്, ഇപ്പൊ നിങ്ങളുടെ എഡ്യൂക്കേഷനെ കുറിച്ച് അതിനകത്ത് പറയണം. ഇപ്പൊ നിങ്ങളുടെ BE ആയിരിക്കും അല്ലെങ്കിൽ BTech ആയിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ പേര്, പിന്നെ സിറ്റി, സ്റ്റേറ്റ് എവിടെയാണ്, നിങ്ങളുടെ CGPA. അപ്പൊ നിങ്ങൾ ഒരുപാട് ലോ ആണെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന അത്ര നല്ലതായിരിക്കില്ല. പക്ഷേ നല്ല CGPA ആണെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്തോളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 9ന്റെ മുകളിലൊക്കെ ആണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തോളൂ, അല്ലെങ്കിൽ അത് അത്ര നല്ലതായിരിക്കില്ല. പിന്നെ നിങ്ങളുടെ കോഴ്സ് വർക്കിന് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, ഡേറ്റ സ്ട്രക്ചേഴ്സ്, അൽഗോരിതംസ്, മെഷീൻ ലേണിംഗ്, ഡേറ്റാബേസ് മാനേജ്മെന്റ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ജോലിയായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങൾ ഒരു കോഴ്സ് വർക്കായിട്ടോ ആഡ് ഓൺ കോഴ്സുകളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എലക്ടീവ്സ് ആയിട്ടോ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇനി അച്ചീവ്മെന്റ്സ്, ഇപ്പൊ നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ എംപ്ലോയർക്ക് കാണാൻ താല്പര്യമുള്ള വിഷയമായിരിക്കും നിങ്ങൾ ലൈക്ക് ഡ്യൂറിങ് യുവർ ഗ്രാജുവേഷൻ നിങ്ങൾ എന്താണ് ചെയ്തത്, നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു ഡേറ്റ മൈനിങ് എഞ്ചിനീയറുടെ അപേക്ഷയിൽ ഭരതനാട്യത്തിന് മറ്റേ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ അതായത് ആ ജോബ് റോളുമായിട്ട് ഒരു റെലവൻസും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുന്ന കുറച്ച് കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ റോളുമായിട്ട് എന്താണ് ക്ലബ് ചെയ്യാൻ പറ്റുന്ന, ഏതെങ്കിലും രീതിയിൽ ക്ലബ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലെഡ് ഡെവലപ്മെന്റ് ഓഫ് മൊബൈൽ ഫോർ ആർട്ട് ഫോർ സ്റ്റുഡൻസ് യൂസിങ് ഫ്ലട്ടർ വിച്ച് ഗെയിൻ മെൻഷൻ ദ പ്രസന്റ് 700 സ്റ്റാർസ് വിത്ത് വൈ യൂസേഴ്സ്, എത്ര യൂസേഴ്സ് ഉണ്ടായിരുന്നു. ഇത് എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, പിന്നെ ACM ICPC പോലുള്ള കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തു, കോഡ് ഷെഫില് ഗ്ലോബൽ റാങ്ക് 184 അച്ചീവ് ചെയ്തു, പിന്നെ ബഗ് ബൗണ്ടി പ്രോഗ്രാംസിൽ പങ്കെടുത്തു, റിവാർഡ് കിട്ടി. അവിടെയും സ്പെസിഫിക് ആണ്, നിങ്ങൾക്ക് എത്ര സ്റ്റാർസ് കിട്ടി, എത്ര യൂസേഴ്സ് ഉണ്ട്, നിങ്ങളുടെ റാങ്ക് എത്രയാണ്, ഒരു പ്രസ്റ്റീജിയസ് കോമ്പറ്റീഷൻ നിങ്ങളുടെ കോളേജിനെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ റെപ്രസെന്റ് ചെയ്തു, പിന്നെ ബഗ് ബൗണ്ടി പ്രോഗ്രാമിൽ പങ്കെടുത്ത് 3 പ്രാവശ്യം നിങ്ങൾക്ക് എന്താ റിവാർഡ് കിട്ടി. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കേപ്പബിലിറ്റി വളരെ സ്പെസിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഒരു HR-ന് ഇതിൻ്റെ അകത്ത് ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ്. ബിക്കോസ് അവർക്ക് റെഡ് ഫ്ലാഗ്സ് ഒന്നും ഇത് കാണാൻ പറ്റില്ല. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ടുള്ള ഒരു സംഭവമാണ്, മിക്കവാറും ആൾക്കാർ ഒരു മെസ്സപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ടെക്നിക്കൽ സ്കിൽസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പറയും ജാവ, പൈത്തൺ, ഡേറ്റാബേസ്, SQL, MongoDB, ഗിത്ത്, ഇതാണ് ഇങ്ങനെയാണ് പറയുക. പക്ഷെ അങ്ങനെയല്ല ഇത് പറയേണ്ടത്. നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്റെ സ്കിൽസ് പൈത്തൺ
Okay, utilize Python for data analysis projects, building web scrapers with scraping, creating interactive dashboards with Streamlit. So ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൈത്തൺ മാത്രമല്ല പറയുന്നത്, എന്തിനാണ് ഞാൻ പൈത്തൺ യൂസ് ചെയ്തത്, അതിനകത്ത് യൂസ് ചെയ്ത ടെക്നോളജീസ്, സ്പെസിഫിക് ലൈബ്രറീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫ്രെയിം വർക്ക്സ് എന്തൊക്കെയാണ്, ഇതാണ് ഞാനിവിടെ പറയുന്നത്. ഇനി അടുത്ത സ്കിൽ ജാവാസ്ക്രിപ്റ്റ് ആണ്. അത് വെറുതെ ജാവാസ്ക്രിപ്റ്റ് പറയല്ല, ബിൽഡ് വെബ് ആപ്ലിക്കേഷൻസ് യൂസിങ് Node.js ആൻഡ് ഫ്രണ്ട് എൻഡ് ലൈബ്രറീസ് ലൈക്ക് റിയാക്ട് ആൻഡ് Vue.js. വളരെ സ്പെസിഫിക് ആണ്. പിന്നെ C++. ഈ C++ യൂസ് ചെയ്തിട്ട് എന്താ പാർട്ടിസിപ്പേറ്റ് ഇൻ കോമ്പറ്റേറ്റീവ് കോഡിംഗ് യൂസിങ് C++, റൈറ്റ്? സോ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. ഇതാണ് ഒരു നല്ലൊരു പ്രാക്ടീസ്. പിന്നെ അടുത്ത ഡേറ്റാബേസസ്. അപ്പം ഡേറ്റാബേസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഒന്നെങ്കിലും MySQL, MongoDB, MySQL, MongoDB, അതായിരുന്നു സാധാരണഗതിയിൽ കാണുന്ന ഒരു രീതി. പക്ഷെ അങ്ങനെയല്ല. ബിൽറ്റ് വെബ് ആപ്ലിക്കേഷൻസ് പവർഡ് ബൈ SQL ആൻഡ് NoSQL ആപ്ലിക്കേഷൻ. നിങ്ങൾ പഠിക്കുക മാത്രമല്ല ചെയ്തത്, നിങ്ങളൊരു ഹോബി പ്രൊജക്റ്റോ മറ്റോ SQL NoSQL ഡേറ്റാബേസ് വെച്ചുണ്ടാക്കി. ഈ ഫെമിലിയർ വിത്ത് MySQL ആൻഡ് MongoDB. MySQL SQL ഡേറ്റാബേസ് ആണ്, MongoDB NoSQL ഡേറ്റാബേസ് ആണ്, റൈറ്റ്? സോ ആ കണക്ഷൻ അവിടെ ആ HR കിട്ടും. ഓക്കെ, ഇനി അടുത്ത ടൂൾസ് ആൻഡ് ടെക്നോളജീസ്. നിങ്ങൾ എന്തൊക്കെ ടൂൾസ് ആൻഡ് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നു? ഒന്ന് ഗിത്ത്, അതായത് നിങ്ങൾക്ക് വേർഷൻ കൺട്രോൾ അല്ലെങ്കിൽ GitHub അല്ലെങ്കിൽ GitLab പോലുള്ള വേർഷൻ കൺട്രോളിംഗ് ടൂൾസ് യൂസ് ചെയ്ത് പരിചയമുണ്ട്. കാരണം വേർഷൻ കൺട്രോളിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും വേർഷൻ കൺട്രോളിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ജാങ്കോ. ഇപ്പൊ ബിൽഡ് വെബ് സ്റ്റോർ യൂസിങ് ജാങ്കോ ഫ്രെയിംവർക്ക്. അതായത് ഈ ടെക്നോളജി നിങ്ങൾക്ക് അറിയാം, വെറുതെ എന്റെ ഡോക്യുമെന്റേഷൻ വായിക്കാൻ മാത്രമേ ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ ഒരു വെബ് സ്റ്റോർ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അങ്ങനെയാണ് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ മെറ്റബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ സോഴ്സ് ഒരു ഡേറ്റ അനാലിസിസ് പ്ലാറ്റ്ഫോം ആണ്. അത് നമുക്ക് ഇതിനകത്ത് പവർ BI ഒക്കെ പോലുള്ള ഇന്ററാക്റ്റീവ് വിഷ്വലൈസേഷൻസ് മറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓപ്പൺ സോഴ്സ് സാധനമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറയാം, മെറ്റബേസ് ബിൽഡ് ഇന്ററാക്റ്റീവ് വിഷ്വലൈസേഷൻ ഓൺ മെറ്റബേസ് ബൈ റീഡിംഗ് ഡേറ്റ ഫ്രം ക്ലൗഡ് ഹോസ്റ്റഡ് ഡേറ്റാബേസ്. പിന്നെ അടുത്തത് പോസ്റ്റ്മാൻ. യൂസ് പോസ്റ്റ്മാൻ വൈൽ ബിൽഡിംഗ് APIs. പോസ്റ്റ്മാൻ ഇസ് ഓൾസോ, അതൊരു വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഈ API ഒക്കെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യുന്ന ടൂളാണ്, റൈറ്റ്? പിന്നെ അടുത്തത് ഒരു ഫ്രെയിം വർക്ക്സ്. ഇപ്പൊ നമ്മളൊരു സ്പെസിഫിക് ഫ്രെയിം വർക്ക്, ഇപ്പൊ ഒരു പൈത്തൺ ഹയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് വിചാരിച്ചത്, പൈത്തൺ ഡെവലപ്പേഴ്സിനാണ് ഹയർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇയാൾക്ക് ഏതൊക്കെ ഫ്രെയിം വർക്ക്സിൽ താല്പര്യം ഉണ്ടാവുന്ന ഒരു ചോദ്യം ഉണ്ടാവും. അപ്പൊ അവിടെ പറയുന്നത് ഫ്ലാസ്കും ഫാസ്റ്റ് API, ലൈക്ക് എക്സ്പ്ലോർ ബിൽഡിംഗ് ലൈബ്രറി ആപ്ലിക്കേഷൻസ് ഫാസ്റ്റ് ഫ്രെയിം വർക്ക്. പിന്നെ ഫാസ്റ്റ് API, ഇംപ്രൂവ് റെസ്പോൺസ് ടൈംസ് ബൈ 300% ബൈ പോർട്ടിംഗ് ഫാസ്റ്റ് ബേസ്ഡ് API ടു ഫാസ്റ്റ് API. അപ്പം ഇത് വായിക്കുമ്പോഴത്തേക്കും യു ആർ ആക്ച്വലി എസെൻഷ്യലി ടെല്ലിംഗ് എ സ്റ്റോറി. എനിക്ക് പൈത്തണിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ജാവാസ്ക്രിപ്റ്റിലുണ്ട്, C++ലുണ്ട്. ഞാൻ അത് വെച്ച് ഇത്തരത്തിലൊക്കെ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്ത് പരിചയമുണ്ട്. സോ ഐ എം എ ഗുഡ് കാൻഡിഡേറ്റ്. ഇതാണ് നിങ്ങൾ അവിടെ പറയുക. ഓക്കെ, ഇതാണ് ആക്ച്വലി നിങ്ങൾ അവരോട് പറയുന്ന സ്റ്റോറി. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊജക്ട്സ് എന്താണ്. ഓക്കെ, ഈ പ്രൊജക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഇതിൽ കാണുന്ന ഒരു രീതി, എന്തെങ്കിലും ഒരു ബേസിക് സാധനം, വളരെ ബേസിക് ആയിട്ടുള്ള സാധനം, അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ ഓപ്പൺ സോഴ്സ് ചെയ്ത സാധനം ജസ്റ്റ് ഫോർക്ക് ചെയ്തിട്ടുള്ള ഒരു സാധനമായിരിക്കും കാണുക. പക്ഷെ അത് പോരാ. ഇപ്പോ മാർക്കറ്റ് അനാലിസിസ് ഡാഷ്ബോർഡ് എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് ഇത് പോസ്റ്റ്ഗ്രസ് ഡേറ്റാബേസും മെറ്റാബേസും വെച്ചിട്ട് സെറ്റപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഫുള്ളി ഇന്ററാക്റ്റീവ് ആപ്ലിക്കേഷൻ ഫോർ റിയൽ ടൈം സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസ് റിഗാർഡിംഗ് ഇന്റഗ്രേറ്റിംഗ് മൾട്ടിപ്പിൾ ഡേറ്റ സോഴ്സസ് ടു മെറ്റാബേസ് പ്രൊവൈഡിംഗ് കോംപ്രഹെൻസീവ് ബിസിനസ് ഇൻസൈറ്റ്. ഇറ്റ്സ് വെരി ക്ലിയർ. നിങ്ങൾ എന്താ ബിൽഡ് ചെയ്യുന്നത് വളരെ ക്ലിയർ ആണ്. ഇനി ഇത് കസ്റ്റം ഡേറ്റ ക്വറീസിന് വേണ്ടി പോസ്റ്റ്ഗ്രസിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തു, അത് റിപ്പോർട്ട് ചെയ്തു. അതായത് അവർക്കുള്ള കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇത് ചെയ്തുകൊണ്ടുള്ള കസ്റ്റമർ എക്സ്പീരിയൻസ്. ഇനി അടുത്തത് യൂസ് പ്ലെയറൈറ്റ് ആൻഡ് സ്ക്രേപ്പിംഗ് ഫോർ എക്സ്ട്രാക്ടിംഗ് ഡേറ്റ ഫ്രം സോഴ്സ്. നിങ്ങൾ ഈ ഡേറ്റ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലെയറൈറ്റ് സ്ക്രേപ്പ് ചെയ്യുന്ന ഈ രണ്ട് ടെക്നോളജി യൂസ് ചെയ്താണ് ഡേറ്റ എടുത്തത്. സോ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജിയെ കുറിച്ചുള്ള നിങ്ങളുടെ സ്റ്റോറീസ് വെരി ക്ലിയർ, റൈറ്റ്? അടുത്തത് പ്രൈസ് കമ്പാരിസൺ ഫോർ ഇ-കൊമേഴ്സ്. അതിൻ്റെ അകത്ത് പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഡിസൈൻ ആൻഡ് ഡിപ്ലോയ്ഡ് വെബ് സ്ക്രേപ്പിംഗ് സിസ്റ്റം ടു മോണിറ്റർ കോമ്പറ്റീറ്റീവ് പ്രൈസിംഗ് ഫോർ പ്രൈസ് കമ്പാരിസൺ. ദിസ് ഓൾസോ വെരി സ്പെസിഫിക്. അവരെന്താ ചെയ്യുന്നത് വെരി സ്പെസിഫിക് ആണ്. അച്ചീവ്ഡ് പ്രോഡക്റ്റ് മാച്ചിങ് ആക്യുറസി ഓഫ് 86% യൂസിംഗ് ഫേസ് ഫോർ എഫിഷ്യന്റ് സിമിലാരിറ്റി സെർച്ച്. അതായത് നിങ്ങൾ സിമിലാരിറ്റി സെർച്ചിന്റെ ലൈബ്രറി യൂസ് ചെയ്തിട്ടുണ്ട്. ഫേസ് എന്ന് പറഞ്ഞാൽ അത് ഫേസ്ബുക്കിന്റെ ഒരു സംഭവമാണ്. അതുപോലെ ആക്യുറസി 86% എത്തിച്ചു. ഈ ആക്യുറസി ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെട്രിക് ആണ്. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്ട് എന്നുള്ളൊരു സെക്ഷൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും ചെയ്യാത്തൊരു കാര്യമാണ്, അതായത് കവർ ലെറ്റർ. അപ്പൊ നിങ്ങളുടെ അപ്ലിക്കേഷൻസിന്റെ കൂടെ നിങ്ങൾക്ക് വെക്കേണ്ടത് വെറും റെസ്യൂമെ മാത്രം അയച്ചാൽ പോരാ,
നിങ്ങൾക്ക് ഇതുവരെ ആ റെസ്യൂമിൽ പറഞ്ഞ സംഭവങ്ങൾ ഒരു സ്റ്റോറി ആയിട്ട്, അതിൽ കുറച്ച് ടെക്നിക്കൽ ലാംഗ്വേജിലാണ് നിങ്ങൾ റെസ്യൂമിൽ പറഞ്ഞിട്ടുള്ളത്, പക്ഷേ ഇതൊരു സ്റ്റോറി ആക്കി, ഒരു ഷോർട്ട് സ്റ്റോറി ആക്കിയിട്ട് HR-നെ അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പൊ പലപ്പോഴും ഈ HR ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ടെക്നിക്കലി അത്ര കോമ്പറ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ടെക്നോളജിയെ കുറിച്ച് ധാരണ ഉണ്ടാവുന്നില്ല. അവർ നിങ്ങളുടെ റെസ്യൂം നോക്കുമ്പോൾ മിക്കവാറും നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ള കീവേഡ്സ് ഒക്കെ ഉണ്ടോ, പിന്നെ അപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്ത സംഭവമൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ നോക്കുക. ഓക്കെ, അപ്പം ഈ HR-നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ കവർ ലെറ്റർ. ആ കവർ ലെറ്റർ ആണ് നിങ്ങളുടെ ബോർഡിംഗ് പാസ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്ലൈറ്റിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് മാത്രം കാര്യമില്ല, നിങ്ങൾക്ക് ബോർഡിംഗ് പാസും കൂടെ കയറാൻ പറ്റും. അപ്പോൾ ആ ബോർഡിംഗ് പാസ് ആണ് നിങ്ങളുടെ കവർ ലെറ്റർ. സോ ഇതാണ് ഒരു കവർ ലെറ്ററിനുള്ളൊരു ഒരു ഒരു നല്ല എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇത് ആക്ച്വലി എനിക്ക് വന്നൊരു ഒരു കവർ ലെറ്റർ ആണ്. ഞാനത് ജസ്റ്റ് പേരും ഇതൊക്കെ മാറ്റിയതാണ്. ഓക്കെ, ഇത് എനിക്ക് അയച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്ധ്രാപ്രദേശുകാരനായിട്ട് ഒരു ചെക്കൻ എനിക്ക് അയച്ചു തന്നാണ്. അവൻ എന്റെ പ്രൊഫൈലിൽ ലിങ്ക്ഡിനിൽ കണ്ടെത്തി എന്റെ കമ്പനിയെ കുറിച്ച് റിസർച്ച് ചെയ്ത് അതിനുശേഷം എനിക്ക് അയച്ചു തന്ന ഒരു സംഭവമാണ്. നിങ്ങൾ നോക്ക്, ഐ എം റൈറ്റിംഗ് ടു എക്സ്പ്രസ് മൈ എൻതൂസിയാസം ഫോർ ദ ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പൊസിഷൻ അറ്റ് ഡേറ്റാ ഹെഡ്. ദി ഓപ്പർച്യൂണിറ്റി അലൈൻസ് പെർഫെക്ട്ലി വിത്ത് മൈ പാഷൻ ഫോർ വെബ് ഓട്ടോമേഷൻ. അതായത് അവന് പാഷനുള്ള സംഭവം വെബ് ഓട്ടോമേഷൻ ആണ്. അപ്പൊ ആ ഒരു ടൈപ്പ് പൊസിഷനാണ് ഞങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്തത്. ഓക്കെ, ദെൻ അവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ സ്റ്റോറി അവൻ പറയാണ്. എന്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലുള്ള ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ക്ലാസ് റൂമിൽ മാത്രമല്ല, അവൻ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് ചെയ്ത ഒരു ത്രില്ലിലാണ് ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോ ആ പ്രോബ്ലം സോൾവിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താണ് കുറച്ചുകൂടി മോട്ടിവേഷൻ കൊടുത്തു. അതുകൊണ്ട് ലൈക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ഒരു ഡിഗ്രി എടുത്തു. അവിടെ C++ലും ജാവയിലും പൈത്തണിലും ഒരു പ്രൊഫഷൻസി നേടി. അതിനുശേഷം ആണ് നെക്സ്റ്റ് സംഭവം, സീക്കിംഗ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഐ ബിൽഡ് ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ്. ഈ ഓട്ടോമേഷൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഈ ലൈക്ക് ഞങ്ങളുടെ ജോബ് ആപ്ലിക്കേഷനായിട്ട് വളരെ ഡയറക്റ്റ് റിലവൻ്റ് ആണ്. കോൺട്രിബ്യൂട്ടഡ് ടു ഓപ്പൺ സോഴ്സ് വെബ് ഓട്ടോമേഷൻ ലൈബ്രറീസ്, കൊളാബറേറ്റിംഗ് വിത്ത് ഡെവലപ്പേഴ്സ് വേൾഡ് വൈഡ്. അതായത് വെബ് ഓട്ടോമേഷൻ ലൈബ്രറിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. This experience fostered my ability to communicate effectively, learn new technologies quickly and adapt to different code bases. ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ എന്താണ് ഈ ഓട്ടോമേഷൻ എന്നുള്ള സംഭവത്തിൽ അവന്റെ ഇൻട്രസ്റ്റുകൾ HR-നെ ബോധ്യപ്പെടുത്തുകയും അതിനു വേണ്ടിയിട്ട് ആ എക്സ്പീരിയൻസ് ലേൺ ചെയ്യാൻ വേണ്ടി അവൻ എന്തൊക്കെ ചെയ്തു എന്ന് പറയുകയും കൂടിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതാണ് ലൈക്ക് ക്ലോസിംഗ് സെന്റൻസ്, റൈറ്റ്? ഈ HR-നെ ക്ലോസ് ചെയ്യാനുള്ള സെന്റൻസ് ആണ്, പാരഗ്രാഫ് ആണത്. I'm confident about my technical skills in Python, Java, coupled with the problem-solving abilities. Competitive programming makes me a valuable asset to your team. I am eager to contribute my skills and passion to help Etihad continuous innovative work in web automation. References to my open source projects contributions are listed in my resume. Thank you for your time and consideration. I look forward to discuss the opportunity to discuss my qualification further in an interview. See, ഇത് ഒരു അമേസിംഗ് എക്സാമ്പിൾ ആണ്. അവിടെ ഫസ്റ്റത്തെ പാരഗ്രാഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ കമ്പനി ആയിട്ടുള്ള അലൈൻമെന്റ് എക്സ്പ്രസ് ചെയ്തു. പിന്നെ അവൻ്റെ ഈ ഒരു ടെക്നോളജിയിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ അവന് ഇൻട്രസ്റ്റ് വന്ന ഒരു സ്റ്റോറി പറഞ്ഞു. അതിനുശേഷം ആ ഇൻട്രസ്റ്റിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അവൻ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. ആൻഡ് അതിനുശേഷമുള്ള ക്ലോസിംഗ് സെന്റൻസ് ആണിത്. നിങ്ങൾ ഇത് നോക്കിയാൽ മനസ്സിലാവും, ഇത് അധികം ടെക്നിക്കൽ ആയിട്ടുള്ള സംഭവം ഒന്നുമല്ല. ഇത് ഒരു ഏത് HR-നും വായിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന വളരെ സിമ്പിൾ ആയിട്ടൊരു സാധനമാണ്. ഓക്കെ, സോ ഒരു HR-നും ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഒരു കവർ ലെറ്ററിന്റെ ഒരു ഗുഡ് എക്സാമ്പിൾ. അപ്പൊ നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു നല്ല കവർ ലെറ്റർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി നേടാനുള്ള ഒരു ചാൻസ് 10x ആയിട്ട് കൂടും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ലൈക്ക് HRs വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സംഭവമാണ് കവർ ലെറ്റേഴ്സ്. ബിക്കോസ് അവർക്ക് പലപ്പോഴും ഈ റെസ്യൂം നോക്കി ഒരു തീരുമാനം എടുക്കാൻ പറ്റാറില്ല. അതായത് ഒരു 20 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 50 പേരുണ്ടെങ്കിൽ 2 പേര് വന്നു അവരുടെ റെസ്യൂം വായിച്ചിട്ട് ഈ HR-മാർക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, ആരെ ഒഴിവാക്കും. ഓക്കെ, അത്തരത്തിലുള്ള സമയത്ത് ആ റെസ്യൂം മാത്രം നോക്കിയാൽ പോരാ, ഈ കവർ ലെറ്റർ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക്, അതായത് സിംപ്ലിഫൈഡ് ലാംഗ്വേജ് ആണ്, അവർക്ക് ഈ കവർ ലെറ്റർ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഓക്കെ, സോ ദാറ്റ് ഇസ് വൈ യു നീഡ് കവർ ലെറ്റർ. സാധാരണ ഞാൻ കണ്ടുവരുന്ന ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കവർ ലെറ്റർ ChatGPT-യിൽ ചുട്ടെടുക്കുന്ന കവർ ലെറ്ററുകളാണ്. സോ അതൊരു അത്ര നല്ല ശീലമല്ല. അതിനൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് നിങ്ങൾ തന്നെ എഴുതണം.
അതായത് ഇതിന്റെ ഫസ്റ്റ് അതിന്റെ കമ്പനിയായിട്ടുള്ള അലൈൻമെന്റ്, പിന്നെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എങ്ങനെ തുടങ്ങി, നിങ്ങളുടെ ഇതിനായിട്ട് നിങ്ങളൊന്ന് ചെയ്തു, പിന്നെ ക്ലോസിംഗ് സെന്റൻസ്, ഇതിന്റെ ഒക്കെ പോയിന്റ്സും നിങ്ങൾ തന്നെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതണം. ആ ഫസ്റ്റ് ഡ്രാഫ്റ്റ് നിങ്ങൾ തന്നെ റിഫൈൻ ചെയ്യണം. റിഫൈൻ ചെയ്തതിന് ശേഷം ചാറ്റ് ജിപിടിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാറ്റ് ജിപിടി അല്ലെങ്കിൽ ജെമിനി അതിനെ കുറച്ച് വൃത്തിയാക്കി തരും. ഓക്കെ, അത് നിങ്ങൾക്ക് അയക്കാം. അല്ല ആദ്യം ചാറ്റ് ജിപിടിക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ അത്ര നല്ലൊരു പ്രാക്ടീസ് അല്ല. ബിക്കോസ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള HR-ന് ഈ ചാറ്റ് ജിപിടി ജനറേറ്റഡ് കവർ ലെറ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അവർക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. സോ AI ടൂൾസ് നിങ്ങൾ യൂസ് ചെയ്യണം, ബട്ട് മൊത്തം AIക്ക് കൊടുക്കരുത്. നിങ്ങളുടെ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് വേണം. അതായത് അതിന്റെ ഒരു ലീഡ് ആർക്കിടെക്ട് നിങ്ങളായിരിക്കും. ഓക്കെ, സോ ഇനി ബെസ്റ്റ് പ്രാക്ടീസസ് ആണ് ഞാൻ പറയുന്നത്. ലൈക്ക് റെസ്യൂം സെക്ഷൻ കഴിഞ്ഞു, കവർ ലെറ്റർ സെക്ഷൻ കഴിഞ്ഞു. ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഫിറ്റ് ആവുന്ന ജോലികൾക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ആണ് പഠിച്ചത്, നിങ്ങൾക്ക് ഡേറ്റാ സയൻസിനെ കുറിച്ച് ഒന്നും അറിയില്ല, എന്നാൽ ചുമ്മാ ബിരിയാണി കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഡേറ്റാ സയൻസിന്റെ ഇതിന് അപ്ലൈ ചെയ്യാൻ പോകരുത്. കാരണം നിങ്ങളുടെ സമയം അവിടുത്തെ HR-ന്റെ സമയം വേസ്റ്റ് ആവുള്ളൂ. മാത്രമല്ല അവിടെ ആ കമ്പനിയിൽ പിന്നീട് എന്തെങ്കിലും നിങ്ങളുടെ റെസ്യൂം റിജക്ട് ചെയ്തെന്ന് വിചാരിച്ചോ, പിന്നീട് വേറെ ഏതെങ്കിലും റിലവന്റ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ സ്കിൽസിന് ഫിറ്റ് ചെയ്യുന്ന ജോബ്സിന് അപ്ലൈ ചെയ്യുക. ഞാൻ ഈ നേരത്തെ കാണിച്ചിരുന്ന കവർ ലെറ്ററിലുള്ള പയ്യൻ ആകെ അപ്ലൈ ചെയ്ത് 7 കമ്പനികളാണ് ആകെ അപ്ലൈ ചെയ്തത്. പക്ഷെ എല്ലായിടത്തേക്കും വളരെ തറവായിട്ട് റിസർച്ച് ചെയ്തത്. പക്ഷെ അവനിപ്പം US ഉള്ളൊരു കമ്പനിയിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇന്ത്യയിൽ നിന്ന് വർക്ക് ചെയ്യാണ്. NIT ട്രിച്ചിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ളൂ. അതായത് കഴിഞ്ഞ വർഷം ഗ്രാജുവേറ്റ് ചെയ്ത ചെക്കനാണ്. ഇപ്പൊ US ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. അവൻ ആകെ 7 കമ്പനികളിൽ അപ്ലൈ ചെയ്ത് 7 കമ്പനികളിൽ 4 കമ്പനികളിൽ അവന് ജോലി കിട്ടി. അതാണ് അതിൻ്റെ അകത്തുള്ളത്. സോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ജോബിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്യുക. ഇപ്പോൾ ഒരു പൈത്തൺ ലൈക്ക് എന്താണ് ഒരു ഒഡു ഡെവലപ്പർ, അല്ലെ ഒഡു എന്ന് പറഞ്ഞിട്ട് ഒരു ERP ടെക്നോളജിയാണ്. ഒരു പൈത്തൺ ഒഡു ഡെവലപ്പർക്ക് വേണ്ട ഒരു റെസ്യൂമേ ആയിരിക്കരുത് നിങ്ങളൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ അല്ലെങ്കിൽ പൈത്തൺ എന്താണ് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പറുടെ ഒരു സംഭവത്തിന് വേണ്ടി അയക്കുന്നത്. അതായിരിക്കരുത് ഒരു പൈത്തൺ ബാക്ക് എൻഡ് ഡെവലപ്മെന്റിന്റെ ഇതിനു വേണ്ടി അയക്കേണ്ടത്. സോ നിങ്ങൾ നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കുക. ജോബ് ഡിസ്ക്രിപ്ഷനിലുള്ള പല കീവേഡ്സും അല്ലെങ്കിൽ ആ സംഭവങ്ങളൊക്കെ നിങ്ങൾ മിസ്സാവാൻ നോക്കുക. ഓക്കെ, ഇനി അടുത്തെന്ന് നിങ്ങളൊരു പുതുതായിട്ട് സ്കിൽ ലേൺ ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രീംലിറ്റ് എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഉണ്ട്. ഓക്കെ, അതൊരു ഡേറ്റ വിഷ്വലൈസേഷൻ ലൈബ്രറി ആണ്. നിങ്ങൾക്ക് അത് അറിയില്ല. സോ അത് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി അറിയുന്നൊരു ടെക്നോളജി അടുത്ത ലെവല് പഠിക്കുക. അല്ലെങ്കിൽ ഒരു പുതിയൊരു സാധനം, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനത്തിന് ഒരു പുതിയൊരു ഫീച്ചർ ഉണ്ടാക്കുക. ഒരു ഹോബി പ്രോജക്റ്റിൽ ഒരു പുതിയ ഫീച്ചർ ഉണ്ടാക്കുക. സോ എല്ലാ ദിവസവും പുതുതായിട്ട് എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷൻ പ്രോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളൊരു പ്രോസസ് ഡ്രിവൺ ആയിരിക്കണം. അതായത് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് HR-ന്റെ റെസ്പോൺസ് വന്നില്ല, ഒരു 3 ദിവസം വെയിറ്റ് ചെയ്തു അല്ലെങ്കിൽ 4 ദിവസം വെയിറ്റ് ചെയ്തു, HR-ന്റെ റെസ്പോൺസ് വന്നില്ല. നിങ്ങൾ കമ്പനിയിലെ HR-നെ നിങ്ങൾ ലിങ്ക്ഡിൻ കണ്ടുപിടിക്കുക. ലിങ്ക്ഡിൻ കണ്ടുപിടിച്ച് നിങ്ങൾ ചോദിക്കാം, ഞാൻ ഇപ്പൊ നിങ്ങൾ ലിങ്ക്ഡിൻ വഴിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഹയറിംഗ് മാനേജർ ആരാന്ന് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചിരുന്നു. സോ ഐ എം അറ്റാച്ചിങ് ദിസ് അഗെയിൻ, എന്താണ് അപ്ഡേറ്റ് എന്ന് ചോദിക്കുക. സോ ഇത്തരത്തിൽ ഫോളോ അപ്പ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് HR-ന് ഇഷ്ടമാണ്. അപ്പം അവരങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് അവരോട് ചോദിക്കുക. ചിലപ്പോൾ നിങ്ങൾ റിജക്ട് ചെയ്തേക്കാരും, പക്ഷെ റിജക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ മനസ്സെടുക്കരുത്. അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ഈ എക്സൽ ഷീറ്റിലെല്ലാം ട്രാക്ക് ചെയ്യുക. ഫസ്റ്റ് കോൺവെർസേഷൻ, ഇനി അടുത്ത ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഇപ്പം HR പറഞ്ഞു 10-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് കോൾ വരുന്നു പറഞ്ഞു, പക്ഷെ 10-ാം തീയതി വന്നില്ല, 11-ാം തീയതി വന്നില്ല. അപ്പൊ നിങ്ങൾ 11-ാം തീയതി രാവിലെ അവർക്ക് അല്ലെങ്കിൽ വൈകുന്നേരം അവർക്ക് മെസ്സേജ് അയക്കണം, നമ്മൾ 10-ാം തീയതി വിളിക്കുന്ന പറഞ്ഞേ, പക്ഷെ കോൾ വന്നില്ല, ഇനി എന്നാണ് കോൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്യാൻ ഐ കോൾ യു, ലൈക്ക് അങ്ങനെ ചോദിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം HR. ഓക്കെ, പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു എന്താണ് റിജക്ഷനിൽ നിന്ന് നിങ്ങൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്തു, നിങ്ങളെ റിജക്ട് ചെയ്തു. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ HR-നെ കോൺടാക്ട് ചെയ്തിട്ട്, ഞാൻ ഇത് ജോബിന് അപ്ലൈ ചെയ്തു, ഞാനൊരു ഫ്രഷറാണ്, അപ്പൊ എന്റെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തു, ക്യാൻ ഐ നോ, ലൈക്ക് എനിക്ക് അത് അറിയാൻ പറ്റും, എന്തുകൊണ്ടാണ് നിങ്ങൾ റിജക്ട് ചെയ്ത് എനിക്ക് അറിയാൻ പറ്റും, എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാനും എന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാന്ന് പറഞ്ഞ് നിങ്ങൾ അവർക്കൊരു ലിങ്ക്ഡിൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ഒരു 20% 25% ആൾക്കാർ നിങ്ങൾക്ക് എന്താണ് റീസൺ എന്ന് പറഞ്ഞു തരും. ഓക്കെ, അല്ലെങ്കിൽ അവര് ഇമെയിലില് റിജക്ഷൻ മെയിൽ അയക്കുന്നെങ്കിൽ നിങ്ങൾ തിരിച്ചു പോയി റിപ്ലൈ ചെയ്യുക, എന്തുകൊണ്ടാണ് എന്നെ ഇത് ചെയ്തത്, വാട്ട് ക്യാൻ ഐ ഇംപ്രൂവ്.
ലൈക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റർവ്യൂവിൽ നിങ്ങൾ എക്സൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ മോശമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ ഇങ്ങനെ ഫീഡ്ബാക്ക് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേ മൈറ്റ് ഈവൻ റീകൺസിഡർ. നിങ്ങൾ ചിലപ്പോൾ റീകൺസിഡർ വരെ ചെയ്തെന്നിരിക്കാം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലേൺ ഫ്രം റിജക്ഷൻസ്. അപ്പോൾ എല്ലാ ഇന്റർവ്യൂവിന് ശേഷം, എല്ലാ അപ്ലിക്കേഷന് ശേഷം നിങ്ങൾ HR-ന്റെ അടുത്ത് നിന്ന് ഫീഡ്ബാക്ക് വാങ്ങിച്ചിരിക്കണം, മസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിരിക്കണം. പിന്നെ കീപ് ബിൽഡിംഗ് യുവർ നെറ്റ്വർക്ക് ക്യാപിറ്റൽ. അപ്പോൾ ഈ നിങ്ങളുടെ നെറ്റ്വർക്ക് ക്യാപിറ്റൽ, അതായത് നിങ്ങളുടെ ലിങ്ക്ഡിൻ വഴി അല്ലെങ്കിൽ ഈ ലൈക്ക് കമ്മ്യൂണിറ്റി വഴിയൊക്കെ ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ നെറ്റ്വർക്ക് ക്യാപിറ്റൽ എപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും ഇത് ചെയ്തത് എനിക്ക് 5000 പേര് ലിങ്ക്ഡിൽ കണക്ഷൻ വന്നു, എനിക്ക് ഇനി ഇത് മതി എന്ന് പറഞ്ഞിരിക്കരുത്. മീനിങ് ഫുൾ കണക്ഷൻസ് ഗ്രോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കണക്ട് ചെയ്ത ആൾക്കാരുണ്ടാവും, വെറുതെ അവിടെ ഇരിക്കുകയായിരിക്കും. നിങ്ങൾക്ക് അവരെ കൊണ്ടൊരു ഗുണമില്ലെങ്കിൽ അവരെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ആൾക്കാരെ കണ്ടെത്തേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ പ്രൊഫഷണൽ നെറ്റ്വർക്ക് എപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. മാത്രമല്ല, ആൾക്കാരെ കണക്ട് ചെയ്താൽ മാത്രം പോരാ, അവിടുത്തെ പോസ്റ്റുകൾ എൻഗേജ് ചെയ്യുക. അല്ലെങ്കിൽ അവിടുത്തെ ഒരാളൊരു പോസ്റ്റ് ഇട്ടു, അപ്പൊ നിങ്ങൾക്ക് അതിന് നിങ്ങളുടെ ഒരു തോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ഉദാഹരണം പറയാണ്. ഒരാൾ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ MySQL ഡേറ്റാബേസ് ആണ് യൂസ് ചെയ്തതെന്ന് ഒരാളൊരു പോസ്റ്റ് ഇട്ടെന്ന് വിചാരിച്ചു. ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പൊ മേ ബി നിങ്ങൾ അത് ഇതുപോലത്തെ ഒരു സിമിലർ പ്രോബ്ലം പോസ്റ്റ്ഗ്രെസ് വെച്ച് സോൾവ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേറെ കുറച്ച് അഡ്വാൻറ്റേജ് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ടോടെ ഷെയർ ചെയ്യാം. ഞാനൊരു സിമിലർ പ്രോജക്റ്റിൽ പോസ്റ്റ്ഗ്രെസ് യൂസ് ചെയ്തിരുന്നു, എനിക്ക് ഇന്ത്യൻ അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടായിരുന്നത്, മേ ബി യു ഷുഡ് ട്രൈ ദിസ്. അങ്ങനെ നിങ്ങൾക്ക് ഒരു സജഷൻ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ടോടെ ഷെയർ ചെയ്യാൻ പറ്റും. സോ ഇത്തരത്തിലുള്ള തോട്ട് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ദർ ഇസ് എ കണക്ഷൻ, നിങ്ങൾക്ക് ഒരു കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാണ്. സോ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്ക് ബിൽഡ് ആവും, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളെ തേടി വരും. ഓക്കെ, ഇതാണ് സംഭവിക്കുക. ഇനി അടുത്ത നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെക്നിക്കൽ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പലപ്പോഴും ഞാൻ പറയുന്നൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രഷർ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എപ്പോഴും ഈ അൽഗോരിതം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും, ഡേറ്റാ സ്ട്രക്ചേഴ്സ് അൽഗോരിതംസിന്റെ ഒക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ടാവും. അത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലെങ്കിലും പല സ്ഥലത്തും അത് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് ഉണ്ടാക്കാനായിരിക്കും അവിടെ പോയിട്ട് പോകുന്നത്, പക്ഷെ എന്തായാലും നിങ്ങളെ കൊണ്ട് ഇങ്ങനത്തെ ലീഡ് കോഡ് ടൈപ്പ് പ്രോബ്ലം, പക്ഷെ അത് പാസ്സാവണമെങ്കിൽ ഇത് പഠിക്കാത്ത മാർഗമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ലീഡ് കോഡ്, ഹാക്കർ റാങ്ക് അല്ലെങ്കിൽ കോഡ്ഷിപ്പ് പോലുള്ള പ്ലാറ്റ്ഫോംസിൽ ഈ ഡേറ്റാ സ്ട്രക്ചേഴ്സ് അൽഗോരിതംസിന്റെ ഒക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പഠിക്കുക. അത് എപ്പോഴും യൂസ്ഫുൾ ആണ്. രണ്ട് രീതിയിലാണ് യൂസ്ഫുൾ. നിങ്ങൾക്ക് ഇന്റർവ്യൂ പാസ്സാവാനും പറ്റും, മാത്രമല്ല നിങ്ങൾ ഇത് ഈ കോമ്പറ്റേറ്റീവ് കോഡിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ബെറ്റർ കോഡ്, കുറച്ചും കൂടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള കോഡൊക്കെ എഴുതാൻ പറ്റും. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ബെസ്റ്റ് പ്രാക്ടീസസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. സോ എന്റെ പ്രസന്റേഷൻ പാർട്ട് അത് കഴിഞ്ഞു. ഇനി നമുക്കിനി അടുത്ത ചോദ്യങ്ങളിലേക്ക് കിടക്കാൻ തോന്നല്ലേ? അതെ, നമുക്ക് ക്യൂഎയിലോട്ട് പോവാം. നമുക്ക് ക്യൂഎ സെക്ഷനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ തന്നെ ചോദിച്ചേക്കട്ടെ? ഹലോ, ചോദിച്ചോളൂ. ഞാന് നമ്മുടെ ഗ്രൂപ്പിൽ പല തവണയായിട്ട് ഓരോ പോസ്റ്റുകൾ കാണാൻ തുടങ്ങി. ലൈക്ക് ഈ ലൂമിനോർ അങ്ങനെയുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കാൻ സർട്ടിഫിക്കറ്റ്സ് ഇല്ലേ, അതിന് വാല്യൂ ഉണ്ടോ? പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും സ്പൂൺ ഫീഡിങ് ഇഷ്ടം. അവരിനി അവിടെ പഠിക്കാൻ പോയാലും അവര് പഠിപ്പിക്കുന്നതാണ് ഈ കുട്ടികൾക്ക് വേദവാക്യം. കാരണം എന്ന് വെച്ചാല് അവര് ഈ ബേസിക് ആയിട്ടുള്ള ഡ്രൈ റൺ, പിന്നെ DSA ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അപ്പോ ഇവരുടെയൊക്കെ വിചാരം ഈ സർട്ടിഫിക്കറ്റ്സ് കൊണ്ട് വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് സെൽഫ് ലേണിങ്ങിനോട് താല്പര്യമില്ല. അപ്പൊ ഇതിനെ കുറിച്ച് ചേട്ടന് എന്താ പറയാനുള്ളത്? അതൊരു വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ ഇവിടുത്തെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വളരെ വലിയ രീതിയിൽ സ്പൂൺ ഫീഡിങ് നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു കമ്പനിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഫീഡിങ് ഉണ്ടാവില്ല. അപ്പൊ ഒരു ലൈബ്രറി, ഒരു പ്രോബ്ലത്തിനോട് പഠിക്കുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കേണ്ടി വരും. ഡോക്യുമെന്റേഷൻ വായിച്ചിട്ടോ നെറ്റിൽ റിസർച്ച് ചെയ്തിട്ടോ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ റിസർച്ച് ചെയ്ത് സ്വന്തമായിട്ട് ചിലപ്പോൾ ലൈബ്രറീസ് ഉണ്ടാക്കേണ്ടി വരും. അവിടേക്ക് നിങ്ങളുടെ സെൽഫ് ലേണിംഗ് സ്കിൽസ് മാത്രമേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ ഞാൻ പൂർണ്ണമായിട്ട് കുറ്റം പറയില്ല, അത് കുട്ടികളുടെയും കൂടെ ഒരു പ്രശ്നമാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പഠിപ്പിക്കുന്നതിന്റെ ലൈക്ക് മേ ബി അവരൊരു പൈത്തണിലോ അല്ലെങ്കിൽ അതിലൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്താലും ബാക്കിയുള്ള കാര്യം അവർക്ക് സ്വന്തം പഠിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാണ്ടാസ് പഠിപ്പിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു, പക്ഷെ അതല്ലാതെ വേറൊരു ടെക്നോളജി ഇവർക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കാം. പക്ഷെ പലപ്പോഴും അതൊരു തയ്യാറാവാത്തൊരു പ്രശ്നമുണ്ട്.
അപ്പോ ഞാൻ സർട്ടിഫിക്കറ്റ്, അതായത് ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള സർട്ടിഫിക്കേഷൻസിന് ഒരു HR-ന്റെ മുന്നിൽ പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. അല്ലെങ്കിൽ അത് അത്ര ലൈക്ക് ടോപ്പ് ടിയർ കോഴ്സുകളൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ അത്തരത്തിലുള്ള കോഴ്സുകൾ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും കേരളത്തിൽ എന്റെ അറിവിലില്ല. അപ്പോ സർട്ടിഫിക്കറ്റിന് വിലയില്ല. യൂഷ്വലി ഇത്തരത്തിലുള്ള ഹയറിങ്ങുകൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു ടാസ്ക് തരും. അതായത് ഒരു ഫ്രഷ് ഗ്രാജുവേറ്റ്സിനാണെങ്കിൽ ഒരു 1-2 ടാസ്കുകൾ തരും, ഒരു പ്രോഗ്രാമിംഗ് ടാസ്കുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടാസ്കുകളുടെ പെർഫോമൻസിന് ശേഷം നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോയി വിളിക്കുള്ളൂ. സോ സെൽഫ് ലേണിംഗ് മസ്റ്റ് ആണ്. ഒരു ജസ്റ്റ് ഒരു തുടക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവിടെ കിട്ടുന്നത് മാത്രമല്ല, എന്താണ് നിങ്ങൾ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ വേണ്ടത് ഒരുപാട് കാര്യങ്ങൾ സെൽഫ് ലേൺ ചെയ്യേണ്ടി വരും. സ്വന്തമായിട്ട് പോർട്ട്ഫോളിയോ പ്രൊജക്ട്സ്, അതായത് അവർ പറയുന്നതിന് പുറമെ സ്വന്തമായിട്ട് പോർട്ട്ഫോളിയോ പ്രൊജക്ട്സ്, ഈ കാഗിൽ, ഇപ്പം നിങ്ങൾ ഡേറ്റാ സയൻസ് പഠിക്കുന്നെങ്കിൽ കാഗിൽ പോലുള്ള കമ്മ്യൂണിറ്റികളിൽ പോയിട്ട് നിങ്ങളുടെ അവിടുത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, അവിടുത്തെ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ സർട്ടിഫിക്കറ്റിന് വില ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ വിലയൊന്നുമില്ല. പക്ഷെ ഒരു നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് വേണമെങ്കിൽ ഒരു തുടക്കത്തിന് അവിടെ പോകുന്നത് നല്ലതാണ്. കാരണം ഒരു ഐഡിയ ഇല്ലാതെ പട്ടം കിടക്കുന്നതിൽ നല്ലത് തുടക്കത്തിൽ അവിടെ പോകുന്നത് നല്ലതാണ്. ആ തുടക്കം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സെൽഫ് ലേണിംഗ് മോഡിലേക്ക് തന്നെ മാറണം. അവർ പഠിക്കുന്നത് മാത്രം മതി എന്ന് പറഞ്ഞിരിക്കരുത്. ഹലോ, കേൾക്കാമോ? Yes. Okay. അങ്ങനെയാണെങ്കിൽ ഒരു സെൽഫ് ലേണിംഗ് പാത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും അതിന്റെ ഒരു റോഡ് മാപ്പ്? സെൽഫ് ലേണിംഗ് പാത്ത്, അപ്പൊ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു ഇത് ചെയ്തിരുന്നു, ഒരു ഡേറ്റാ സയൻസിന്റെ ഒരു സെൽഫ് ലേണിംഗ് പാത്ത് ഞാൻ ലൈക്ക് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോ എന്റെ ഫേസ്ബുക്കിലാണ് പോസ്റ്റ് ചെയ്തത്. അപ്പം എന്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ. അത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. EDX എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ആ കോഴ്സ് നിങ്ങൾ വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ സയൻസിന്റെ ഫണ്ടമെന്റൽസിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ കിട്ടും. അത് നിങ്ങളിപ്പോൾ ഡേറ്റാ സയൻസ് പഠിച്ചാലും നിങ്ങൾക്ക് ഗുണമാണ്, നിങ്ങൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് പഠിച്ചാലും നിങ്ങൾക്ക് ഗുണമാണ്. അപ്പം ഈ കോഴ്സാണ് ഞാൻ ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുക. ലൈക്ക് വാട്ട് എവർ യു ഡു, ഇതാണ് ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുക. ഇനി അടുത്തത് ഇൻട്രൊഡക്ഷൻ ടു, ഇനി ഡേറ്റാ സയൻസിലേക്കാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റാ സയൻസ് വിത്ത് പൈത്തൺ എന്ന് പറഞ്ഞ കോഴ്സ്, അതിന്റെ ഒരു ഫോളോ ഓൺ കോഴ്സ് ആണ് ചെയ്യാൻ പറ്റുന്നത്. അതും EDX-ൽ അവൈലബിൾ ആണ്, അതും ഹാർവാർഡിനാണ്. ഈ സർട്ടിഫിക്കറ്റിന്, അതായത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിന് വിലയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ മറ്റേ എന്താണ് അമ്മിണി വിലാസം ട്യൂട്ടോറിയൽ സെന്റർ പോലെയല്ല, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ വില വേറെ വ്യത്യാസമാണ്. അതിന് എന്തായാലും വിലയുണ്ട്. സോ ഇത് നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ ഇതിന്റെ കൂടെ കോഡ്ഷെഫ്, ഞാൻ പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സാധനമാണ് കോഡ്ഷെഫ് പോലുള്ള അല്ലെങ്കിൽ ലീഡ് കോഡ് പോലുള്ള കോമ്പറ്റേറ്റീവ് കോഡിംഗ് പ്ലാറ്റ്ഫോംസ്. ഇത് നിങ്ങളുടെ ലൈക്ക് പ്രോബ്ലംസ് കോംപ്രഹെൻഡ് ചെയ്യാനുള്ള എബിലിറ്റിനെ വല്ലാണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം കോഡ്ഷെഫ് അല്ലെങ്കിൽ കാഗിൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ലൈക്ക് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിലേക്കാണ് പോകുന്നെങ്കിൽ അതിന്റെ ടെക്നോളജീസ് പഠിക്കുക. ഇനി ഡേറ്റാ സയൻസിലേക്കാണ് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി അങ്ങനെയുള്ള സംഭവങ്ങൾ പഠിക്കുക. അതിനുശേഷം ഒരു ക്യാപ്സ്റ്റോൺ പ്രൊജക്ട് ചെയ്യുക, ഒരു നല്ല പ്രൊജക്ട്. ഒന്നുകിൽ ഒരു പുതിയൊരു ലൈബ്രറിയോ ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുതിയൊരു പ്രോബ്ലം സോൾവ് ചെയ്തൊരു പ്രൊജക്ട് ഉണ്ടാക്കുക, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാം. സോ ഈ ഒരു രീതിയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്നോട് ഈ ഒരു സംഭവം ചെയ്തൊരു പെൺകുട്ടിയുണ്ട്. അവള് ചെയ്തതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസർഗോഡ്, എന്റെ നാട് കാസർഗോഡാണ്. കാസർഗോഡ് നാട്ടിൻപുറത്തുള്ള ഒരു പെൺകുട്ടിയാണ്. അവള് എഞ്ചിനീയറിംഗ് പഠിച്ചു, ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ചത്. അപ്പോൾ ഇവിടെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഒരു ഹാക്കത്തോണിൽ വെച്ചിട്ടാണ് ഞാൻ അവളെ പരിചയപ്പെടുന്നത്. വളരെ ദരിദ്രമായിട്ടുള്ള ചുറ്റുപാടാണ്. അച്ഛന് വീട് തീർപ്പാണ് പണി. അപ്പം എന്നോട് ചോദിച്ചു, സാറേ ഇതെങ്ങനെയാണ്, എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ഇതൊന്നും ഇല്ലാന്ന് പറഞ്ഞു, ലൈക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ല എന്ന് പറഞ്ഞു. ഞാൻ അവൾക്ക് സജസ്റ്റ് ചെയ്ത് ഈ CS50 എന്ന് പറഞ്ഞ ഈ കോഴ്സാണ് സജസ്റ്റ് ചെയ്തത്. അവൾക്ക് ഒരു ലാപ്ടോപ്പ് പോലും ഇല്ലായിരുന്നു. അവള് ലാപ്ടോപ്പ് ഒക്കെ ബോറോ ചെയ്ത് ഇരുന്ന് പഠിച്ചു. പഠിച്ചതിന് ശേഷം അവൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തതിന്റെ പ്രൊജക്ട് കാണിച്ചിട്ട് ഫസ്റ്റ് ജോബ് കിട്ടുന്നത് ബോഷ് എന്നുള്ള കമ്പനിയിലാണ്, റോബർട്ട് ബോഷ്. അത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയാണ്. അതിനുശേഷം അവിടുന്ന് അവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാംസങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്, കൊറിയയിലപ്പോൾ വർക്ക് ചെയ്യുന്നത്. സോ ഒരു ഈ CS50 കോഴ്സ് പഠിച്ച് അവൾ ചെയ്തൊരു ക്യാപ്സ്റ്റോൺ പ്രൊജക്റ്റ് ആണ് അവൾക്ക് ഈ വഴികൾ മുഴുവൻ തുറന്നു കൊടുത്തത്. ഓക്കെ, അന്ന് ഒരു 500 രൂപയുടെ ചുരിദാർ വാങ്ങിക്കാൻ ശേഷിയില്ലാതിരുന്ന അവള് ഈ കഴിഞ്ഞ വർഷം 80 ലക്ഷം രൂപയുടെ വീട് വെച്ചു. 80 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് വീട് വെച്ചു. ദാറ്റ്സ് ഹൗ മച്ച് ഡിഫറൻസ് കൻ ഇറ്റ് മേക്ക്. ഓക്കെ, സോ
അതാണ് ഈ സ്വന്തം സെൽഫ് ലേണിംഗ് ചെയ്ത് ജീവിതം മാറുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണത്. ഞാന് ഈ ഇടയ്ക്കായിട്ട് നമ്മുടെ ഗ്രൂപ്പിലെ ഓൾമോസ്റ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഫുൾ സ്റ്റാക്ക് മാൻ വേണോ അതോ മീൻ വേണോ, അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളുണ്ട്. അപ്പോ ഇപ്പൊ ഉള്ള അവസ്ഥയിൽ എന്തേ ബാക്ക് എൻഡ് മാത്രം പഠിച്ച ജോബ് കിട്ടത്തില്ലയോ, അതോ ഇനി ഫ്രണ്ട് എൻഡ് പഠിച്ചാൽ മാത്രം ജോബ് കിട്ടത്തില്ല, അതോ ഇനി രണ്ടും പഠിക്കണോ? ഞാൻ ഈ ഒരു ട്രെൻഡ് ഈയിടെ തൊട്ടാണ് കാണാൻ തുടങ്ങിയത്. ഇതിനെക്കുറിച്ച് ഇത് പലരും ചോദിക്കും, മീൻ സ്റ്റാക്ക് പഠിക്കണോ, മേൺ സ്റ്റാക്ക് പഠിക്കണോ, അല്ലെങ്കിൽ പൈത്തൺ മതിയോ, നോട്ട് ജെ എസ് മതിയോ, ജാവയാണോ, ഇങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കും. ഇതിനൊന്നും ഒരു കൃത്യമായിട്ട് ഉത്തരവൊന്നുമില്ല. ഇപ്പൊ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ടെക്നോളജി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഒരു കാര്യം. നല്ല പ്രോഗ്രാമേഴ്സ് ഇപ്പം രണ്ട് രീതിയിൽ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, എനിക്കറിയാവുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ച് എനിക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, അതാണ് ഒന്നാമത്തെ വഴി. രണ്ട്, ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ടെക്നോളജി സെലക്ട് ചെയ്ത് അതിൽ വർക്ക് ചെയ്യാം. ഈ രണ്ടാമത്തെ ഉള്ള ആൾക്കാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ജാവാസ്ക്രിപ്റ്റോ പൈത്തണോ ജാവ എന്നൊരു പ്രശ്നമില്ല, കാരണം അവർ എന്ത് സാധനം പഠിച്ച് ചെയ്യും. പക്ഷെ ഈ മേൺ സ്റ്റാക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാക്ക് ഡിപ്പെൻഡന്റ് ആയിട്ട് പോകുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതേ ചെയ്യാൻ പറ്റും. ആ ഒരു ഇതിന് പുറത്തേക്ക് വരിക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാക്ക് ബേസ് ചെയ്ത് പോകുന്നത് ഒരു നല്ല ശീലമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നിങ്ങളുടെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന സ്റ്റാക്ക് എന്താണോ അല്ലെങ്കിൽ ആ ടെക്നോളജി എന്താണോ അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അവിടെ അല്ലാതെ നിങ്ങൾക്ക് അറിയാവുന്ന ടെക്നോളജി യൂസ് ചെയ്യുക എന്നുള്ളതല്ല. സോ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കംഫർട്ടബിൾ അത് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന് പൈത്തൺ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ ജാവാസ്ക്രിപ്റ്റ് പറ്റുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കുക, പറ്റുന്ന സാധനം ചെയ്യുക, അതേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. ഹലോ, ഞാൻ ഓഡിബിൾ ആണോ? ഓക്കെ, ഞാൻ പല പല സ്ഥലത്ത് നിന്ന് കേട്ടിട്ടുണ്ട് ഫ്രഷേഴ്സ് ഒക്കെ റെസ്യൂമേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സിംഗിൾ പേജ് റെസ്യൂമേ മാത്രമേ പാടുള്ളൂ, മൾട്ടിപ്പിൾ പേജ് ഒക്കെ ആവശ്യമില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെ പറ്റിയുള്ള ഒപ്പീനിയൻ എന്താണ്? അങ്ങനെ ഞാനിവിടെ കേട്ടിട്ടില്ല. ആക്ച്വലി നിങ്ങൾക്ക് ഈ സിംഗിൾ പേജ് ഇപ്പൊ ഫ്രഷേഴ്സിന്റെ കേസിൽ സിംഗിൾ പേജ് ഇതിന്റെ കാര്യം പറയുന്നതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗ്യാസ് എഴുതി നിറച്ചു വെക്കും മൾട്ടിപേജ് റെസ്യൂമേ ആണെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പോർട്ട്ഫോളിയോയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മൾട്ടിപേജ് റെസ്യൂമേ ഉണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ല. ഈ റെസ്യൂമേ ഒരു പേജ് കൂടി പോയതിന്റെ പേരിൽ നിങ്ങൾ ഒരു കമ്പനി റിജക്ട് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ആ രണ്ടാമത്തെ പേജിലുള്ളതും ഒന്നാമത്തെ പേജിലുള്ളതും റെലവെന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കണം എന്ന് മാത്രം. ഹലോ, ഇപ്പോ നേരത്തെ പറഞ്ഞു പല ഒരേ സ്റ്റാക്ക് പഠിക്കാതെ പലതും പഠിക്കാന്ന്. പക്ഷെ പലരും പറയല് ഒരേ സ്റ്റാക്കില് സ്റ്റേ ചെയ്ത് നിൽക്കണ, അങ്ങനെ അതിനെ അല്ല, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഞാനിപ്പോ ഞങ്ങളുടെ കേസിൽ, എൻ്റെ കമ്പനിയുടെ കേസിലുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞങ്ങൾ തുടക്കത്തിൽ ചെയ്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈത്തൺ റിലേറ്റഡ് ആയിട്ടുള്ള കൺസൾട്ടിങ് സർവീസ് ഒക്കെ ചെയ്തിരുന്നു. അന്ന് ഞങ്ങൾക്കൊരു സർവീസസ് പ്രൊജക്ട് വരുന്ന സമയത്തേക്ക് കസ്റ്റമർ പറയും ജാവ വേണമെന്ന്, ഞങ്ങൾ ജാവ ചെയ്യും. കസ്റ്റമർ പറയും പൈത്തൺ വേണമെന്ന്, ഞങ്ങൾ പൈത്തണിൽ ചെയ്യും. വേറെ ജാവ സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ജാവ സ്ക്രിപ്റ്റിൽ ചെയ്യും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പഠിച്ച് ചെയ്യുകയാണ്. ഈ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിങ്ങിന്റെ ഫണ്ടമെന്റൽസ് അറിയാമെങ്കിൽ, അതായത് ഇപ്പോ സഹലിനല്ലേ പേര്, ഇപ്പൊ സഹലിന് ഇപ്പോ കാർ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ 4 ഏക്കറുള്ള വേറെ ഏത് വണ്ടി ഓടിക്കാൻ അത്ര പ്രശ്നമൊന്നുമല്ലോ. ജസ്റ്റ് ആ തുടക്കത്തിൽ ഒരു ഇത് കിട്ടാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നല്ലേ ഉള്ളൂ, പക്ഷെ ഓടിക്കാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ ഉള്ളൂ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും കാര്യങ്ങളൊക്കെ, ഈ സ്റ്റാക്കും കാര്യങ്ങളൊക്കെ. ഫണ്ടമെന്റൽസ് സെയിം ആണ്, ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഗിയർ ഷിഫ്റ്റിംഗിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ സൈസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ ഒന്ന് റെഡിയായി വരാൻ വേണ്ടി കുറച്ചൊരു 2 ആഴ്ചയൊക്കെ എടുക്കുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ മറ്റേ തമ്മിലൊരു വ്യത്യാസം തോന്നില്ല. ഹലോ, കരിയർ ഗ്യാപ്പ്. ഓക്കെ, ഹലോ, എനിക്കൊരു ചോദ്യം ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബിലെ സോഫ്റ്റ്വെയർ ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലേ, അവര് ഭയങ്കര അഗ്രസീവായിട്ട് അവരുടെ DSA കോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫാൻ കമ്പനിയിലേക്ക് ഈ DSA കോഴ്സ് പഠിച്ചാൽ ജോലി കിട്ടുമോ, ഒരു ഫ്രഷറിന് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ അതിലെ കമന്റ് സെക്ഷനൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞ ആക്ച്വൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ DSA മാത്രമല്ല, അതിന് വേറെ അപ്പുറമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവർ
പലപ്പോഴും ഇത് അവരുടെ ഈ ജോലി കിട്ടിയ ശേഷം ഒരു 2-3 വർഷത്തിനുള്ളിൽ റിസൈൻ ചെയ്ത ശേഷം അവർ ഇവരുടെ DSA കോഴ്സ് ഇത് കൂടുതൽ പുഷ് ചെയ്യുകയാണ്. കാരണം അവർ അതിൽ നിന്ന് ഒരു ഇൻകം ഉണ്ടാക്കിയിട്ട് അവർ അതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് മോഡലിലേക്ക് അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരിപ്പോൾ ഒരു ഫ്രഷേഴ്സിന് ഇവർ ചതിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. അപ്പം എന്താണ് ഇപ്പോൾ ആക്ച്വൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഒരു ഫാൻ കമ്പനീസിൽ എന്താണ് സംഭവം? അത് രണ്ട് രീതിയുണ്ട്. ഈ ഫാൻ കമ്പനീസിൽ ആൾക്കാരെ എന്താ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സെലക്ഷൻ എല്ലാം റിജക്ട് ചെയ്യാന്നുള്ളത് അവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ചിന്തിക്കാൻ പറ്റുന്ന ഒപ്റ്റിമൈസേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെയാണ് ആവശ്യം. ഈ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇന്റലിജൻസ് അളക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താണ് ഒരു മെത്തേഡ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും അവര് ആ ഒരു ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം എന്നുള്ള സംബോധന യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ആക്ച്വലി എന്റെ കമ്പനി ആക്ച്വലി ഫാൻ കമ്പനീസിനോട് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ എഞ്ചിനീയേഴ്സ് നല്ല സൂപ്പർ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്, അതായത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. മേ ബി ഒരു 10% ഓഫ് അല്ലെങ്കിൽ 20% ഓഫ് ദ ടൈമേ അവർക്ക് ഈ അവരുടെ ഡേറ്റ സയൻസ് സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരുള്ളൂ. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങൾ വർക്ക് ചെയ്തൊരു പ്രോജക്റ്റില്, ആ പ്രോജക്റ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു 2-3 ടേബിളിൽ നിന്ന് ഡേറ്റ പിക്ക് ചെയ്യുന്ന, അതായത് ഡേറ്റാബേസ് ടേബിളിൽ നിന്ന് ഡേറ്റ പിക്ക് ചെയ്യുന്ന ഓർഡർ തീരുമാനിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് അൽഗോരിതം വെച്ചിട്ട് ഓർഡർ തീരുമാനിക്കുന്നത്. ആ സ്പെസിഫിക് അൽഗോരിതം ബിൽഡ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസിന് വളരെ എക്സ്പെർട്ട് ആയിട്ടൊരു പുള്ളിയാണ്. ബട്ട് ആ അൽഗോരിതം മൂപ്പർ ഉണ്ടാക്കിയതുകൊണ്ട് ഇവരുടെ പ്രോസസ്സിംഗ് ടൈം ഓൾമോസ്റ്റ് 60% കുറഞ്ഞു. ഓക്കെ, സോ ഇത്തരത്തിലുള്ള വളരെ ഹാർഡ് ആയിട്ടുള്ള വളരെ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത്ര ആൾക്കാരും കൂടി വേണം എന്നുള്ളത് കൊണ്ടാണ് ഇവരിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ്. പിന്നെ നിങ്ങൾക്ക് ഈ ഓൺലൈനിൽ അവരുടെ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് കോഴ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഡ് ഷെഫ് എന്ന് പോലുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. ലീഡ് കോഡ് ഒന്നും എനിക്ക് അത്ര താല്പര്യമുള്ള സംഭവമല്ല, കോഡ് ഷെഫ് ആണ് എനിക്ക് താല്പര്യമുള്ള പ്ലാറ്റ്ഫോം. കോഡ് ഷെഫിൽ പോയിട്ട് നിങ്ങൾ C++ ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. C++ വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ഇത് ലൈക്ക് ഇഫ് യു ഡു ഇനഫ് ടൈംസ്, നിങ്ങൾ ആവശ്യത്തിന് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, അവരുടെ കോമ്പറ്റീഷൻസ് ഒക്കെ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ് എന്താണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലുള്ള ആൾക്കാരുടെ ഇത് വാങ്ങിക്കണം നിർബന്ധമൊന്നുമില്ല, അവരുടെ ഇതൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ഫാൻ കമ്പനിയിൽ ഫ്രഷറായിട്ട് കയറണമെങ്കിൽ അവിടുത്തെ ഇന്റർവ്യൂ പ്രോസസ് പാസ് ആവണമെങ്കിൽ എന്തായാലും ഇത്തരത്തിലുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് അൽഗോരിതംസ് കോഴ്സ് പാസ് ആവേണ്ടി വരും. സാലറി നെഗോസിയേഷനുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യാം? അതൊക്കെ നമ്മുടെ ഇതിന് പറ്റുന്ന ഒരു സാധനമല്ലോ, നമുക്ക് അടുത്തൊരു ഇതിൽ ചെയ്യാം. അത് നമ്മുടെ മെസ്സേജ് സെക്ഷനിൽ വന്നൊരു മെസ്സേജാ. സോ അതൊക്കെ ഒരുപാട് പറയേണ്ടി വരും. ഇപ്പൊ നമുക്ക് ഇതൊരു നമ്മളെ ഒരു IT ജോബ് ലാൻഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളതല്ലേ അല്ലേ? ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ കണ്ടുവന്നതാണ്. ഈ കരിയർ ഗ്യാപ്പ് വന്നവർക്കും ഈ നോൺ IT ഫീൽഡ് വന്നവർക്കും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഒരു ജോബ് കിട്ടാൻ? കരിയർ ഗ്യാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ IT കരിയർ ഗ്യാപ്പ് പല രീതിയിൽ, ഇപ്പോൾ 1-2 വർഷമൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല, പ്രൊവൈഡഡ് യു ഹാവ് ദ സ്കിൽ. പക്ഷെ ഒരു 7-8 വർഷമൊക്കെ സ്കില്ല് ലൈക്ക് കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ 2 പ്രശ്നമുണ്ട്. ഒന്ന്, സ്കിൽ ഡിപ്രീസിയേഷൻ. കാരണം ഈ ഒരു സമയത്ത് അവർ പഠിച്ച സാധനം യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ ആദ്യം മുതലേ ഹലോ വേൾഡ് പോലെ തന്നെ ചെയ്തു തുടങ്ങേണ്ടി വരും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അവർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൂൾസിനോടൊന്നും എക്യുപ്ഡ് ആയിരിക്കില്ല. ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. അപ്പം ഇതുകൊണ്ട് ഇവരെ സെലക്ട് ചെയ്ത് ഫ്രഷേഴ്സിന്റെ കൂടെ ഇടാൻ പറ്റുള്ളൂ. അതായത് ഈ ആൾക്കാരെ സെലക്ട് ചെയ്ത് ഫ്രഷേഴ്സിന്റെ കൂടെ സ്വാഭാവികമായിട്ട് ഇടാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഫ്രഷേഴ്സും ഇവരും തമ്മിലുള്ള ഒരു ജനറേഷൻ ഗ്യാപ്പ് അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് കമ്പനികൾ അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല സാധാരണഗതിയിൽ. ഇതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. ഓക്കെ, പക്ഷേ ഇഫ് യു എക്സെപ്ഷണലി സ്കിൽഡ്, നിങ്ങൾ വളരെ സ്കിൽഡ് ആണ്, യങ് ജനറേഷനിൽ നിങ്ങളെക്കാളും ഒരു 10 വയസ്സ് കുറഞ്ഞവരോടൊക്കെ കൂടെ നിങ്ങൾക്ക് ചില്ലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് അത് എക്സാമിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിന് വലിയ പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ അത് എളുപ്പമല്ല. നിങ്ങൾക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ വേണം. ഇന്റർവ്യൂസ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ AC ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടാൻ പ്രയാസമില്ല. അതേപോലെ ഈ നോൺ IT ഫീൽഡിൽ നിന്ന് വന്നവർക്കോ? നോൺ IT ഫീൽഡ് എനിക്ക് അറിയാവുന്ന
ഒരുപാട് പേരുണ്ട്. അതായത് ഈ ലൈക്ക് ഇന്ത്യക്ക് പുറത്തൊക്കെ ഒരുപാട് പേർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ ഐ ടി ഫീൽഡ്, ഇപ്പൊ എക്കണോമിക്സ് പഠിച്ച CTOs ഒക്കെ എനിക്ക് ഒരുപാട് പേര് അറിയാം. അപ്പം ഇതെന്താ നോൺ ഐ ടി ഫീൽഡിലുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഒന്ന് ഈ പ്രോഗ്രാമിങ്ങിനോട് ഇൻട്രസ്റ്റ് വേണം, അതാണ് ഒരു പ്രശ്നം. അപ്പോൾ IT അല്ലാത്ത ആൾക്കാർക്ക് ഉള്ളൊരു പ്രശ്നം ഈ പ്രത്യേകിച്ച് ഈ IT പഠിക്കുന്ന, നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എൻവറോൺമെന്റ് ഉണ്ട്, നമ്മുടെ കൂടെ പഠിക്കുന്നവരും ഇത് സെയിം സാധനം ചെയ്യുന്നത്, മറ്റുള്ളവർ സെയിം സാധനം ചെയ്യുന്നത്. അപ്പം ഈ ഒരു എൻവറോൺമെന്റിന്റെ ഒരു ഗുണമുണ്ട്. പക്ഷെ ഒരു നോൺ IT ഉള്ള ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ സ്വന്തമായിട്ടൊക്കെ പഠിക്കുമ്പോഴത്തേക്കും അവർക്ക് ആ എൻവറോൺമെന്റ് സപ്പോർട്ട് കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് പഠിച്ചവർക്ക് എടുക്കാൻ പറ്റില്ല, ലേണിംഗ് കർവ് ഭയങ്കര ഇഷ്യൂ ആണ് അവർക്ക്. പക്ഷെ ആ ഒരു പ്രശ്നം അവർക്ക് മറികടക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, അവർക്ക് ജോലി ചെയ്യാൻ. എനിക്കറിയാവുന്ന ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് ഇൻഫോ പാർക്കിലൂടെ ഒക്കെ ആയിട്ട്. ഒരുപാട് പേര് നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ഒരു ചെറിയൊരു ഇതുപോലത്തെ ഞാൻ ഈ പറഞ്ഞ CS50 പോലത്തെ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റും HR കാണിച്ച് നല്ല പോർട്ട്ഫോളിയോ കാണിച്ച് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഹലോ സർ, ഒരു നല്ല ഡാറ്റ സയൻസ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ഡാറ്റ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് ഒരു ഹയർ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ സാർ എങ്ങനെ കാണുന്നു? ഞാനങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണോ? അതെ. ഓക്കെ, ഒന്നാമത്തെ ഇവാലുവേഷന്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്വന്തമായിട്ട് ചെയ്തതാണെന്ന് നോക്കും. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പലപ്പോഴും ഞാൻ കാണുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരുടെങ്കിലും ഗിത്തബിലുള്ള പ്രോജക്റ്റ് അടിച്ച് മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെന്നുള്ളത് അതിന് ആദ്യം നോക്കുക. ഓക്കെ, അപ്പം അതിനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നമുക്ക് പ്ലാഗാരിസം ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല അവർ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന, അപ്പൊ ഞങ്ങൾ വെബ് ഓട്ടോമേഷൻ പോലുള്ള സംഭവം ചെയ്യുന്നത് ഞങ്ങളുടെ ഇതുമായിട്ട് എന്തെങ്കിലും റിലവൻ്റ് ആണെന്ന് നോക്കും. ഓക്കെ, അതിനൊരു സ്കോർ ഉണ്ടാവും. പിന്നെ മൂന്നാമത്തേത് അതിന്റെ കോഡ് ക്വാളിറ്റി. അവർ കറക്റ്റായിട്ട് കോഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൈത്തണിലാണ് സംഭവം ചെയ്യുന്നത് വിചാരിച്ചോ, പൈത്തണിന്റെ പെപ്പേറ്റ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതിന്റെ ഡോക്യുമെന്റേഷൻ കൃത്യമായിട്ടുണ്ടോ, ഫംഗ്ഷൻസിലൊക്കെ കൃത്യമായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും കൂടെ വെച്ചിട്ടായിരിക്കും അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, ആ പ്രോജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെ പലപ്പോഴും വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ചെയ്തിട്ട് വരിക. അതായത് ആർക്ക് വേണമെങ്കിലും ChatGPT വെച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളായിരിക്കും പലപ്പോഴും ഞാൻ കാണുന്ന അങ്ങനെയാണ്. സോ അത്തരത്തിലുള്ള ഇതിന് അതിന്റെ കോംപ്ലക്സിറ്റിക്കും കൂടെ ഒരു ഇതുണ്ട്. ഒരു ഇത്തിരി കോംപ്ലക്സ് പ്രൊജക്റ്റ് ആണ്, അത് സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മാർക്ക് കിട്ടും. ഒരു നല്ല കോംപ്ലക്സ് പ്രൊജക്റ്റ് ആണ്, അത് ഇച്ചിരി ഫെയിൽ ആയി പോയാലും അവർക്ക് നല്ല മാർക്ക് കിട്ടും. പക്ഷെ ഒരു സിമ്പിൾ പ്രൊജക്ട് കറക്റ്റ് ആയിട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയൊരു മാർക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അടുത്തെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആർക്കെങ്കിലും ചോദിക്കാം? ഹലോ സാർ. ഞാനിപ്പോ ഒരു ഓപ്പൺ സോഴ്സ് ഒരു അക്കാഡമിക് ഫാർമ റിസർച്ചിൽ ഒരു ഡാറ്റാ സയൻസ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോ എനിക്കിപ്പോ ഇത് പറഞ്ഞ പോലെ ഡെയിലി ബേസിൽ കോഡിംഗ് ഇല്ല. അറിയാന്ന് വെച്ചാൽ അറിയാം. ആറിലാണ് എന്റെ ഫസ്റ്റ് പ്രോജക്റ്റും ഞാൻ ചെയ്തത് കിട്ടിയപ്പോ. അപ്പോ ഞങ്ങൾക്ക് വെച്ചാൽ ഞാനിപ്പോ പഠിച്ചൊരു എഞ്ചിനീയറാണ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ പോയത് ഒരു ഫാർമ ഫീൽഡിലെ ഒരു അക്കാഡമിക് റിസർച്ചാണ്, ഡ്രഗ് ഡിസ്കവറി അങ്ങനെ പോയത്. അപ്പൊ ചാൻസ് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ അപ്പൊ ഇനി ഒരു നെക്സ്റ്റ് ജമ്പ് വരുമ്പോ ഇപ്പൊ ഈ കോഡിംഗ് സ്കിൽ എന്തായാലും ഒന്ന് ഷാർപ്പ് ചെയ്യേണ്ടി വരില്ല. ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് AI പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് സിസ്റ്റം ആണ്. ഇപ്പൊ ഒരു പേപ്പർ വർക്ക് ചെയ്യാണ്, അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പേപ്പർ വർക്കിലേക്ക് ആക്കി എനിക്ക് ഒന്നുകൂടി മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഡീപ് ലേണിംഗിന്റെ ഇതിലേക്ക് പോകും. ഇപ്പൊ കുറച്ചുകൂടി ഒരു ബേസിക് മാത്സ് അല്ലെങ്കിൽ ഒരു ഹീറ്റ് മാപ്പ് ലെവലിലാണ് ഞാൻ ചെയ്യുന്നത് ഒരു പേപ്പർ വർക്ക്. അപ്പോ അടുത്ത ലെവലിൽ പോകുമ്പോ ഒരു നെക്സ്റ്റ് ജമ്പ് പോകുമ്പോ കരിയറിൽ ഇപ്പോ എങ്ങനെയാണ് സ്കിൽസ്? എനിക്ക് നിങ്ങളുടെ ഇൻഡസ്ട്രിയെ കുറിച്ച് അത്ര ധാരണയില്ല കേട്ടോ, അതുകൊണ്ട് എനിക്കിപ്പം അതിനെങ്ങനെ മറുപടി പറയണമെന്ന് അറിയില്ല. ഇൻഡസ്ട്രി ഡാറ്റാ സയൻസ് ആണ്, പാഷൻ ഡാറ്റാ സയൻസ്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത ലെവലിലേക്ക് പോകേണ്ട എങ്ങനെയാണെന്ന് നമുക്ക്. അതെ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളിപ്പോ റിസർച്ചിലാണോ അതോ എവിടെയെങ്കിലും റിസർച്ചിലാണല്ലേ പറഞ്ഞേ? അതെ, ഇപ്പൊ റിസർച്ചിലാണ്. അപ്പം റിസർച്ചിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോ കമ്പനിയിലേക്ക് മാറാനാണോ അതോ റിസർച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? എനിക്ക് കമ്പനിയിലേക്ക് മാറാനാണ് ഇഷ്ടം, പക്ഷെ ഡൊമൈൻ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ US ഇപ്പൊ CVS ഹെൽത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് കമ്പനീസ് ലൈക്ക് ഡേറ്റ സയന്റിസ്റ്റിൽ ഹയർ ചെയ്യുന്നുണ്ട് വിത്ത് ഫാർമ റിസർച്ച് എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങൾക്ക് അവർക്കാണെങ്കിൽ വർക്ക് ഫ്രം ഹോം കൊടുക്കുന്നുണ്ട്.
സോ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം വെച്ചാൽ ഈ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഡൊമൈനിൽ റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ ഹാൻഡിൽ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിന് ഭയങ്കര വാല്യൂബിൾ ആണ്. ഈവൻ ഐ തിങ്ക് ടി സി എസും മറ്റേ വിപ്രോ അല്ല, ടി സി എസും ടെക് മഹീന്ദ്രയാണ് ലൈക് CVS ഹെൽത്തിന്റെ പാർട്ട്നേഴ്സ്. മേ ബി ടി സി എസിന്റെയും ടെക് മഹീന്ദ്രയുടെയും ജോബ് ഓപ്പണിംഗ്സിൽ നോക്കുന്നത് ഫാർമ ഡേറ്റ റിലേറ്റഡ് സംഭവം ഉണ്ടോന്ന് എന്തായാലും ഉണ്ടാവും. ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പോ ഗൂഗിൾ കൊളാബ് പോലത്തെ ടൂൾസ് ആണ്. അതിപ്പോ എനിക്ക് പറഞ്ഞാൽ ഭയങ്കര ഹെവി ഒരു ബിഗ് ഡാറ്റ ലെവലില് ഇപ്പോ അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ ഒരു ലിമിറ്റഡ് റിസോഴ്സിൽ ഒരു കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അടുത്തൊരു നെക്സ്റ്റ് ഒരു വലിയ MNC-യിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഷാർപ്പ് ചെയ്യണല്ലോ സ്കിൽസ്. ബിഗ് ഡാറ്റ അത് നിങ്ങളൊരു പ്രൊജക്ട് ചെയ്താൽ മതി. ഇപ്പം ഇഷ്ടംപോലെ ഓപ്പൺ സോഴ്സ് ഡേറ്റ സെറ്റ്സ് കിട്ടാനുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ അത് വെച്ചിട്ട് പ്രൊജക്ട് നിങ്ങൾക്ക് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ കാഗിൾ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുക. കാഗിൾ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ പോയിന്റ്സ് അക്യുമുലേറ്റ് ചെയ്ത് നിങ്ങൾ ലീഡർ ബോർഡിൽ നിങ്ങളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അത് നിങ്ങളെ സഹായിക്കും. ഓക്കെ, താങ്ക് യു. ഹലോ, കേക്കാവോ? കേൾക്കാം, പറഞ്ഞു. ഞാൻ കുറച്ച് വിദ്യാർത്ഥികൾക്ക് മെന്ററിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് കൊടുത്തിട്ടുണ്ട്, വളരെ ബേസിക്. ഓക്കെ, അവരുടെ അടുത്ത് പരിചയപ്പെട്ട അവർക്ക് ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇത് അപ്ഡേറ്റഡ് അല്ല. അവർക്ക് ഇപ്പോഴും ഒരു ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടിക്ക് VS കോഡ് എന്താണ്, ഇല്ലെങ്കിൽ അവർക്ക് ഒരു പൈത്തൺ, ജാങ്കോ, മാൻ സ്റ്റാക്ക് എന്നൊക്കെ മാത്രമേ അറിയത്തുള്ളൂ. ബാക്കി നമ്മുടെ കോഡിംഗ് മേഖലയിലുള്ള UI UX, ഡെവോപ്സ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ്, ഇങ്ങനെ കുറെ വൈഡായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ അറിയത്തില്ല. ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, അത് ഈ സെയിം സംഭവമായിരുന്നു ഒരു 10 വർഷം മുമ്പ്. ഇപ്പോഴും അതേ സംഭവമാണ്. അതിലിപ്പോ പ്രത്യേകിച്ച് ചെയ്യാനില്ല. അതിന്റെ ഒരു പ്രധാന റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളേജിൽ വരുന്ന ടീച്ചേഴ്സിനൊന്നും ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതാണ് ഇതിലുള്ള പ്രധാന പ്രശ്നം. അവിടെ തന്നെ പഠിച്ചിറങ്ങി അവിടെ തന്നെ ടീച്ചറായിട്ട് ജോലി ചെയ്യും, പിന്നെ MTech ചെയ്യും, പിന്നെ അതിനുശേഷം അവിടെ തന്നെ തിരിച്ചു വരും. ഇതാണ് സാധാരണഗതിയിൽ നടക്കുന്നത്. ഈ ടീച്ചർമാർക്ക് അറിയാതെ ടീച്ചർമാർ എങ്ങനെ ബാക്കിയുള്ള പിള്ളേരെ പഠിപ്പിക്കുക? അതാണ് പ്രധാന പ്രശ്നം. അപ്പൊ നമുക്കത് സോൾവ് ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് ഈ ടിങ്കർ ഹബ്ബ്, മ്യൂലേൺ ഒക്കെ പോലുള്ള കമ്മ്യൂണിറ്റികളിൽ ആക്റ്റീവായി അങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു കമ്മ്യൂണിറ്റി ഡ്രീവൻ ലേണിംഗേ പറ്റുള്ളൂ. വേറെ സൊല്യൂഷൻ ഒന്നും ഇല്ല. ഗവൺമെന്റ് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. ബാക്കി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഈ ഡാറ്റാ സയൻസ് ഫീൽഡിലേക്ക് ഡയറക്റ്റ് ജോലി കിട്ടാൻ വലിയ പ്രയാസമാണ്. വേറെ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ഡെവലപ്മെന്റിലൊക്കെ കയറിയിട്ട് മാറുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. എനിക്ക് ചോദ്യം ക്ലിയർ ആയില്ല. നിങ്ങൾക്ക് ആദ്യം മനസ്സിലായിരുന്നു? ഇല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. ഓഡിയോ ക്ലിയർ അല്ല. ഓഡിയോ ക്ലിയർ അല്ല. ഡാറ്റാ സയൻസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യാൻ പ്രയാസമാണ്. വെബ് ഡെവലപ്മെന്റ് അല്ല, അത് വേറെ എന്തെങ്കിലും ഫീൽഡിലേക്ക് പോയിട്ട് അവിടുന്ന് ചേർന്നാണ് ബെറ്റർ എന്ന് പറയുന്നത് ഒരു ഫ്രഷറിന്. അല്ല, അതിന്റെ റീസൺ പ്യൂർലി മാത്തമാറ്റിക്സ് ആണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കേരളത്തിൽ എങ്കിലും ഈ ഡേറ്റാ സയൻസിലുള്ള ഓപ്പണിങ്സിന്റെ ഒരു 10-30 ഇരട്ടിയാണ് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിലും ഫുൾ സ്റ്റാക്കിലും മറ്റിലൊക്കെ ഉള്ളത്. അതായത് ഓപ്പർച്യൂണിറ്റീസ് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേരോട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. മാത്രമല്ല, ഇതിന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ സ്കിൽസ് മതിയാവില്ല. നിങ്ങൾക്ക് നല്ല മാത്തമാറ്റിക്കൽ സ്കിൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഇതാണ് ഇതിനകത്തുള്ള ഒരു ഫണ്ടമെന്റൽ ഇഷ്യൂ. സോ നിങ്ങൾക്ക് ഉടനെ ജോലി എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സജഷൻ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റോ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് അതുപോലുള്ള സംഭവങ്ങളിൽ കൈവെക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ റിലേറ്റീവ്ലി എളുപ്പമായിരിക്കും. ഡേറ്റാ സയൻസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, ഭയങ്കര ഹൈ കോമ്പറ്റീഷൻ ആണ്. മാത്രമല്ല, ഈ IITസിൽ ഇപ്പൊ IIT മദ്രാസിന്റെ ഒരു ഡേറ്റാ സയൻസ് പ്രോഗ്രാം ഉണ്ട്. അതിൽ ആയിരക്കണക്കിന് പേര് പഠിക്കുന്നുണ്ട്. ഇവരൊക്കെയാണ് ഇതിൽ കോമ്പീറ്റ് ചെയ്യുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്ന ഇവരൊക്കെയാണ്. ഇവരോടൊക്കെ മത്സരിച്ച് ലൈക്ക് ഇത് ലാൻഡ് ചെയ്യുക എന്നുള്ള പറയുന്ന സംഭവം ഇത്തിരി പ്രശ്നമാണ്. കാരണം അവരുടെ സിലബസ് അത്ര ടഫായിട്ടുള്ള സിലബസ് ആണ്. അവരുടെ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് സംഭവങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ടോപ്പ് നോച്ച് സംഭവങ്ങളാണ്. അപ്പോൾ അവരോടൊക്കെ കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഈ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി കൊണ്ടാണ് ഞാൻ പറയാറുള്ളത്. ലൈക്ക് ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്,
നിങ്ങൾക്ക് പെട്ടെന്ന് ജോലിയാണ് ആവശ്യമെങ്കിൽ ഡേറ്റാ സയൻസ് നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാന് നമ്മുടെ ഉള്ള സ്റ്റുഡൻസിന്റെ ഇടയിൽ തന്നെ കണ്ടിട്ടുണ്ട്, ചിലവർ ഈ പഠിച്ചു തുടങ്ങിയിട്ട് പാതിക്ക് വെച്ച് നിർത്തും, എന്നിട്ട് ഇനി അടുത്ത ജമ്പ് ചെയ്യും. അപ്പോ ചിലവർ പറയും എനിക്ക് ഇത് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, എനിക്ക് സ്വന്തമായിട്ടൊരു കോഡ് എഴുതാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്കറിയാം എന്തേ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ടൊരു കോഡ് ബിൽഡപ്പ് ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ എന്ന്. ഇവരോട് എന്താ പറയാനുള്ള, ഈ ഫ്രഷേഴ്സ് ആയിട്ടുള്ള എങ്ങനെയുള്ളവരോട്? ഇതിന്റെ ഒരു പ്രശ്നം ഇപ്പം ഒരു കുറെ കൂടി എളുപ്പമാണ് പഠിക്കാൻ വേണ്ടി. ഇപ്പൊ ഞങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാക്ക് ഓവർഫ്ലോ ഒന്നും അങ്ങനെ ആക്റ്റീവ് അല്ല, അന്ന് AI ടൂൾസ് ഒന്നുമില്ല. നമുക്ക് പഠിക്കാനുള്ള മാർഗം ആകെ ഡോക്യുമെന്റേഷൻ വായിച്ച് പഠിക്കുക എന്നുള്ളതല്ല, വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഉള്ളൊരു ബുദ്ധിമുട്ട് എന്നൊന്നും ഇപ്പോൾ ഇല്ല, നിങ്ങൾക്ക് പഠിക്കാൻ റിലേറ്റീവ് എളുപ്പമാണ്. എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് താല്പര്യമില്ലാതെ മറ്റുള്ളവർ പോകുന്നത് കണ്ടിട്ട് ഈ ഡെവലപ്മെന്റിലേക്കും പ്രോഗ്രാമിലേക്കും ഇറങ്ങുന്ന കുറെ പേരുണ്ട്. എൻ്റെ 4 ഫ്രണ്ട്സ് ഡേറ്റാ സയൻസും ഡെവലപ്മെന്റും പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ മാത്രം പോയിരിക്കുന്നത് മോശമല്ലേ എന്നുള്ള രീതിയിൽ ഇത് പഠിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ വെറുതെ ഫാമിലി പ്രഷർ കാരണം ഇങ്ങനത്തെ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. ഈ ചില കേശവന്മാര് തള്ളി ഉന്തി വിട്ടിട്ട് ഈ കോഴ്സ് പഠിക്കാൻ വരുന്നവരുണ്ട്. അതായത് താല്പര്യമില്ലാതെ ഈ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിനോട് താല്പര്യമില്ലാതെ മറ്റ് കാരണങ്ങൾ കൊണ്ട് ഇതിലേക്ക് വരുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ റീസെന്റ് ഞാൻ കണ്ടതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി, കണ്ണൂരിൽ നിന്ന് ഒരു പെൺകുട്ടി പറഞ്ഞത് ലൈക്ക് ഞങ്ങളുടെ ഇന്റേൺഷിപ്പിന്റെ അപ്ലിക്കേഷൻ വന്നതാണ്. അവൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വെറുതെ നിന്നാൽ പെട്ടെന്ന് കെട്ടിച്ചു വിടും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കോഴ്സ് പഠിക്കുന്നത്. ഇതാണ് പ്രശ്നം. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് റീസൺസ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രോഗ്രാമിങ്ങിനോട് ജെന്യുവൻ താല്പര്യം ഉണ്ടെങ്കിലേ പ്രോഗ്രാമിംഗ് പഠിച്ചിട്ട് കാര്യമില്ല, അതിലേക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നടക്കൂല സംഭവം. ഈ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുടെ പ്രധാന പ്രശ്നം ഈ താല്പര്യക്കുറവാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഒരു എന്താണ് ഒരുപാട് സമയമൊക്കെ അതിൽ ഇരിക്കാനും അധ്വാനിക്കാനുള്ള ചെറിയ മടി, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പ്രധാന പ്രശ്നം താല്പര്യമില്ലായ്മ തന്നെയാണ്. അതല്ല, ഈ അതിന്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഈ നമ്മൾ പഠിച്ചൊരു പൗതിയൊക്കെ ആവുമ്പോ നമുക്കൊരു ഇമ്പോസ്റ്റർ സിൻഡ്രോം ആയിട്ട് നമുക്ക് ഇതില് കൂടുതൽ നമുക്ക് ഇനി കോമ്പറ്റീറ്റീവ് ചെയ്യാൻ കഴിയൂല, അങ്ങനെ ഒരു തോട്ട് വരില്ലേ ലേണിംഗ് കർവായിട്ട്? അതിനെ അത് മാറണമെങ്കിൽ നമുക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈ കമ്മ്യൂണിറ്റികളിൽ എൻഗേജ് ചെയ്യുക. ഇതുപോലുള്ള കമ്മ്യൂണിറ്റി, ഇപ്പോൾ ന്യൂ ലേൺ, ടിങ്കർ ഹബ് അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ ഓൺലൈൻ ആയിട്ടൊക്കെയുള്ള കുറെ ഡിസ്കോഡ് ഗ്രൂപ്പ്സും മറ്റേ മറിച്ചൊക്കെ ഉണ്ട്. അപ്പോ അത് അവിടെ പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സമാന മനസ്സിലായിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റും. അവരോട് എൻഗേജ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമൊക്കെ മാറും. അല്ലാതെ ഒന്നും നടക്കൂല. നമ്മുടെ വീട്ടിലെ റൂമിൽ അടച്ചിരുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം സോൾവ് ആവില്ല. കമ്മ്യൂണിറ്റികൾ, ഹാക്കത്തോൺസ്, അങ്ങനത്തെ പരിപാടികൾക്ക് പോയി ആൾക്കാരെ മീറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രശ്നം ഒരു പരിധിവരെ സോൾവ് ആവും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ, ഈ കൊച്ചി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഹാക്കത്തോണുകൾ ഏതൊക്കെയാണ്? അത് ചിലപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലും അങ്ങനെ പല പല സ്ഥലത്തൊക്കെ ഇങ്ങനെ ഹാക്കത്തോൺസ് ഒക്കെ വരാറുണ്ട്. പിന്നെ ചില കമ്പനികളുടെ ഹാക്കത്തോൺസ് ഉണ്ടാവാറുണ്ട്. അത് നിങ്ങൾ ലൈക്ക് ഫേസ്ബുക്കിലൊക്കെ ഇൻഫോ പാർക്കിന്റെയും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെയും അതുമായിട്ട് ബന്ധപ്പെട്ട് ടിങ്കർ ഹബിന്റെ ഒക്കെ പേജസ് ഒക്കെ ഫോളോ ചെയ്യണമെങ്കിൽ അറിയാൻ പറ്റും. കേരളത്തിനേക്കാൾ കൂടുതലുള്ളത് ബാംഗ്ലൂരിലാണ്. അപ്പൊ നിങ്ങൾക്ക് ബാംഗ്ലൂരത്തെ ഇത്തരത്തിലുള്ള പേജസ് ഒക്കെ ഉണ്ട്, ഈ ഹാക്കത്തോൺസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന പേജസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഹാക്കർ റാങ്കിന്റെ ഒക്കെ ലൈക്ക് കമ്മ്യൂണിറ്റി സെക്ഷനിലൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ ആൾക്കാർ പോസ്റ്റ് ചെയ്യാറുണ്ട്. അവിടേക്ക് വണ്ടി എടുക്കുക, പോവുക, പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വരിക. അങ്ങനെ ഒരു 4 പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ കോൺഫിഡൻസ് വരും. ഫാസിൽ ചോദിച്ചോ? ഹലോ, നമ്മളിപ്പോ ഒരു ഇതിന്റെ കൂടെ നമുക്ക് ഒരു ക്ലൗഡ് അതുപോലെ ഡെവോപ്സ് ചെയ്യുന്നതിനെ പറ്റി ഇപ്പോഴത്തെ ഒരു ഇതില് ഡെവോപ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എവർഗ്രീൻ സംഭവമാണ്. ഇപ്പം കുറെയൊക്കെ ഓട്ടോമേഷൻസും സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും ഡിമാൻഡ് ഇതൊന്നും പോയി പോകുന്നില്ല. അപ്പോൾ നിങ്ങളൊരു സംഭവം സെലക്ട് ചെയ്യുക. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ ഫുൾ ലൈക്ക് ഫ്രണ്ട് എൻഡ് സംഭവങ്ങളൊന്നും അത്ര വഴങ്ങാത്ത ആൾക്കാരും അങ്ങനെയുള്ളവരൊക്കെയാണ് ലൈക്ക് ബാക്ക് എൻഡ് ഡെവോപ്സ് അതിലേക്ക് ഇങ്ങനെ പോകുന്ന ഞാൻ അതിങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പം ഡെവോപ്സ് പഠിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഡേറ്റാ സയൻസിന്റെ പോലെ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഡെവലപ്മെന്റിനെ അപേക്ഷിച്ച് ഇത്തിരി ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. പക്ഷെ എന്നാലും നല്ല ജോലികളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു. Any other questions? എന്റെ പേര് റഹ്മാൻ. ഹലോ, പറഞ്ഞോളൂ സാർ. ഇപ്പൊ ഒരു ഡാറ്റ സയന്റിസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു വർക്ക് നോക്കുന്നതിന് മുമ്പ് ഒരു അനലിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു SQL ഡെവലപ്പർ ആയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ഇന്റലിജൻസ് ഡെവലപ്പർ എന്നൊക്കെ പറഞ്ഞൊരു പൊസിഷനിലായിട്ട് ഒന്ന് വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് പോകുന്നത് നല്ലതാണോ സാർ? അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അതായത് ഇത് രണ്ട് സംഭവങ്ങളാണ്. ഒരു അനലിസ്റ്റ് പൊസിഷൻ, അനലിസ്റ്റും ഒരു ഡേറ്റ സയന്റിസ്റ്റും ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. അനലിസ്റ്റുകൾ സാധാരണ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഡേറ്റാ ബേസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത ഡേറ്റ ക്വറി ചെയ്ത് അത് വെച്ചിട്ട് ലൈക്ക് ചാർട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് അവരുടെ ഡൊമൈൻ നോളജ്, അതായത് ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഡൊമൈൻ നോളജും കൂടി യൂസ് ചെയ്തിട്ട് ഉള്ള റിപ്പോർട്ട്സ് ഉണ്ടാക്കി. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ അനലിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ആൾക്കാർ ചെയ്യുക. ഓക്കെ, അതിന് ഇപ്പൊ നമുക്ക് SQL സ്കിൽസും പവർ BI ഒക്കെ യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് അത് അത്യാവശ്യം ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ ഒരു ഡേറ്റാ സയന്റിസ്റ്റിന്റെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡിക്റ്റീവ് മോഡൽസും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ ഡേറ്റ സയന്റിസ്റ്റ് ചെയ്യുക. അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ അനലിസ്റ്റിനുള്ള സ്കിൽസ് പോരാ, മാത്തമാറ്റിക്സും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അറിയണം, കുറെ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റുകളൊക്കെ അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അനലിസ്റ്റ് ആയിട്ട് ജോലി ചെയ്ത് 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് ഡേറ്റ സയന്റിസ്റ്റ് ആവാൻ പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടണമെന്നൊന്നുമില്ല. അതൊരു പ്രീ റിക്വസിറ്റ് ആയിട്ട് ഞാൻ കാണുന്നില്ല. ഓക്കെ സാർ, താങ്ക് യു സാർ. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? സാർ, പറഞ്ഞോളൂ സാർ, ഈ ഓൺ ക്യാമ്പസ് പ്ലേസ്മെന്റ് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് പറയാൻ പറ്റും? ഓൺ ക്യാമ്പസ് പ്ലേസ്മെന്റിന്റെ കാര്യം പറയാൻ എനിക്ക് അത്രയൊരു ക്വാളിഫിക്കേഷൻ ഇല്ല. ഞാൻ ലൈക്ക് ക്യാമ്പസ് ലൈക്ക് ഐ എം എ കോളേജ് ഡ്രോപ്പ് ഔട്ട്, സോ എനിക്ക് അതിനെ കുറിച്ച് അത്രയ്ക്ക് പറയാനുള്ളൊരു ക്വാളിഫിക്കേഷൻ ഇല്ല. ഹലോ സാർ, ഈ പൊതുവെ ഈ ബാക്ക്ലോഗ്സ് ഉള്ളവർക്ക് ഒരു പ്രശ്നം നേരിടുന്നുണ്ട് ഈ ഓഫ് ക്യാമ്പസ് സെലക്ഷനിലൊക്കെ. വേണ്ടി നേരത്തെ സാർ പറഞ്ഞ കണക്ക് തന്നെ റെസ്യൂമെ സെറ്റ് ചെയ്താൽ മാത്രം മതിയായിരിക്കുമോ? റെസ്യൂമെ മാത്രമല്ല, നിങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HR കണ്ണുള്ള രീതിയിലുള്ള ഒരു അടിപൊളി പോർട്ട്ഫോളിയോ വേണം. അതായത് ഒന്നുകിൽ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ആപ്ലിക്കേഷൻസ്. ഇത് കാണുമ്പോൾ HR കണ്ണ് കാണണം. ഇതാണ് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ബാക്ക്ലോഗ്സിനെ ബീറ്റ് ചെയ്യാൻ ഒരേ ഒരു വഴി. എൻ്റെ കമ്പനിയിലൊക്കെ ബാക്ക്ലോഗ്സ് ഉള്ള ആൾക്കാർ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊജക്റ്റിലാണ് അവർ ഞങ്ങളെ വീഴ്ത്തിയത്. ഇപ്പൊ നമ്മള് പിന്നെ സർട്ടിഫിക്കറ്റ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. സർട്ടിഫിക്കറ്റിന് ജസ്റ്റ് ഒരു ടിക്കറ്റ് അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പൊ ആ ടിക്കറ്റ് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷെ ആ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നിങ്ങളുടെ ചെയ്യേണ്ടത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലാണ്. സാർ, പിന്നെ ഈ എക്സ്പീരിയൻസ് കൂടുന്നതോറും നമ്മൾ ഹൈറാർക്കിയുടെ മേലോട്ട് പോകുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഒരു പ്രശ്നമാവുമെന്ന് എൻ്റെ ഒരു വർക്ക് ചെയ്യുന്ന ഫ്രണ്ട് പറഞ്ഞു. അത് ആ ഒരു ഡൗട്ട്, എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ചില MNC-കളിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ വലിയ ഭയങ്കരമായിട്ട് ബ്യൂറോക്രസി ഡ്രിവൺ ആയിട്ടുള്ള MNC-കളിലൊക്കെ ചിലപ്പോൾ ഒരു പ്രശ്നമായിരിക്കും. അവർക്ക് എല്ലാത്തിനും സർട്ടിഫിക്കേഷൻസ് അച്ചീവ് ചെയ്യുക, ഇതൊക്കെ അവർക്കൊരു ഇതാണ്. പക്ഷെ അതൊരു എന്താണ്, ഒരു ചെറിയൊരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ JP Morgan എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അവർ ഇത്തരം കാര്യങ്ങൾക്ക് വളരെ നൊട്ടോറിയസ് ആണ്. അവർക്ക് എല്ലാ കാര്യത്തിനും സർട്ടിഫിക്കേഷൻ വേണം. ലൈക്ക് പ്രൊമോഷനും മറ്റേതിലെല്ലാത്തിനും ഇവർക്ക് ഓരോരോ കാര്യത്തിലും സർട്ടിഫിക്കേഷൻ. ഇപ്പോൾ എൻവറോൺമെന്റൽ അസസ്മെന്റ് അങ്ങനെയൊക്കെ പറഞ്ഞ പല കാര്യത്തിലും സർട്ടിഫിക്കേഷൻ ഇല്ലാതെ ഇവർക്ക് ഒരു പരിപാടി നടക്കില്ല. പക്ഷെ അതുപോലുള്ള കുറച്ച് കമ്പനികളുള്ളൂ, അതില്ലാത്ത ഒരുപാട് കമ്പനികളുണ്ട്. അവിടെയൊക്കെ അവസരങ്ങളുണ്ട്. അപ്പം അത് പേടിച്ച് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ സാർ, ഓഡിബിൾ ആണോ? സാർ, ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിലെ പൈത്തന്റെ സ്കോപ്പ് എന്താണെന്ന് പറഞ്ഞുതരുമോ? ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിലുള്ള പൈത്തന്റെ സ്കോപ്പ് നമുക്ക് അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇപ്പം ഒരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് പൈത്തനാണ് പറ്റുന്നെങ്കിൽ യൂസ് പൈത്തൺ, ഗോ ആണ് പറ്റുന്നെങ്കിൽ ഗോ യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതിപ്പോ നമുക്ക് സ്കോപ്പ് എല്ലാ പ്രോഗ്രാമിലും നമുക്ക് സ്കോപ്പ് ഉണ്ടെന്ന് പറയാം. ഈവൻ സിക്കും C++നും വരെ ഇപ്പോഴും സ്കോപ്പ് ഉണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോബ്ലം. നിങ്ങൾ എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നു അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് ആ ഒരു സ്കോപ്പിന്റെ കാര്യമൊന്നും
അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന സാധനമുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഹലോ, പറഞ്ഞോളൂ. ഈ പൈത്തൺ ജാങ്കോയില് ഈ ഫ്രഷേഴ്സിന് ആവശ്യമായിട്ടുള്ള സ്കില്ല് ഏതാ? പിന്നെ അതുപോലെ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് അല്ലേ ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ പലപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത് ഈ നെറ്റ്ഫ്ലിക്സ് ക്ലോൺ അല്ലെങ്കിൽ സ്പോട്ടിഫൈ ക്ലോൺ പോലത്തെ പ്രോജക്റ്റുകളൊക്കെ ഈ ചെയ്തേക്കുന്നത് ഇതിലെ ഈ ജാങ്കോ ഉപയോഗിച്ച് ചെയ്തേക്കുന്നത്. അപ്പം എന്താ ഇതിന് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റുകൾ ഏതൊക്കെയുള്ള? ടോമിന്റെ വീട് എവിടെയാ? എന്റെ വീട് ആലപ്പുഴ. ആലപ്പുഴ അല്ലേ? ടോം പള്ളി പോകുന്ന ആളാണോ? അതെ അതെ. പള്ളിയിലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ മിക്കവാറും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ലെഡ്ജറിലും അല്ലെങ്കിൽ ബുക്കിലൊക്കെ എഴുതിയിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് അല്ലേ? ഈ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഒരു ERP ടോമിന് ഉണ്ടായിക്കൂടെ ജാങ്കോയില്? ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഇത് നമ്മുടെ അനൂപ് റോയ ഇപ്പം എന്റെ ഒരു സംഭവം ചെയ്തേക്കുന്നത്, ഓട്ടോമേറ്റ് ചെയ്തേക്കുന്നത്. ഏത് അനൂപ്? നമ്മുടെ അനുഭവം KST-യില്. ഓക്കെ, പുള്ളിയുടെ ഒരു ഇതാ ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഓക്കെ. അല്ല, അപ്പൊ നിങ്ങൾക്ക് അതുപോലെ അതിനേക്കാളും ബെറ്റർ ആയിട്ടൊരു സാധനം ഉണ്ടായിക്കൂടെ വിത്ത് വാട്സാപ്പ് ഓട്ടോമേഷൻ? ഇപ്പോ പള്ളിയിൽ ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്, പ്രോഗ്രാം ഉള്ളതിന് ഈ ഇടവകയിലുള്ള എല്ലാവർക്കും അറിയിപ്പ് പോവുക, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ഡൊണേഷൻസ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡ്യൂസ് ഉണ്ടെങ്കിൽ റിമൈൻഡർ പോവുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം ജാങ്കോയിൽ ഉണ്ടായിക്കൂടെ? ജാങ്കോ ഉണ്ടാക്കുന്ന പ്രശ്നം ഇതിന് ഏതൊക്കെ ഉപയോഗിക്കണം, എന്തൊക്കെ ഈ സംഭവങ്ങൾ ഇതിന് വേണ്ടാക്കുന്ന, ഏതൊക്കെ ഫ്രെയിം വർക്കാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഫിഗർ ഔട്ട് ചെയ്യാനൊക്കെ. ഇപ്പം ജാങ്കോ ഒന്നും തുടങ്ങണ്ട. ഇപ്പം ഒരു മിനിമൽ സാധനം, ഓക്കെ. ഇപ്പം ടോമിന് തുടങ്ങാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം സാധനം ഫ്ലാസ്കിൽ ഉണ്ടാക്കുക, പൈത്തൺ ഫ്ലാസ്കിൽ ഉണ്ടാക്കുക. ഫ്ലാസ്കിൽ ഉണ്ടാക്കി സാധനം വർക്കിംഗ് ആക്കി സാധനം സ്കെയിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അതിനുശേഷം ഓക്കെ ജാങ്കോ പഠിക്കണം. ഈ സെയിം സാധനം ജാങ്കോയിലേക്ക് ഒന്ന് പോർട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത്ര മതി, അത്ര മതി. അത് നമ്മൾ ഇത്ര നോക്കിയാൽ മതി. അതായത് നമ്മൾക്ക് ഈ പ്രോബ്ലംസ് അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള പ്രൊജക്ട് കണ്ടുപിടിക്കാൻ വേറെ എവിടെയും പോകണം. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അത് സോൾവ് ചെയ്യാൻ ഈ ജാങ്കോയ്ക്ക് വരെ ഫാസ്റ്റ് API യൂസ് ചെയ്തൂടെ? കുറച്ചുകൂടെ ഈസി. അത് ഫാസ്റ്റ് APIയോ വേറെ ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. അത് നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അത് നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മളുടെ എന്ത് സ്കില്ലാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെയുള്ളൊരു സംഭവം. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് മാത്രമല്ല, ഇപ്പൊ ജാങ്കോ ഉണ്ട്, Web2Py ഉണ്ട്, ഫ്ലാസ്ക് ഉണ്ട്, ഇപ്പൊ ടർബോ ഗിയസ് ഉണ്ട്, പിന്നെ ബോട്ടിലുണ്ട്. അങ്ങനെ ഒരുപാട് ഫ്രെയിം വർക്ക്സ് ഉണ്ട് പൈത്തന്റെ. പക്ഷെ അത് ഏത് യൂസ് ചെയ്യണമെന്നുള്ള നമുക്ക് എന്ത് പഠിക്കണം, നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ്, നമുക്ക് എന്താ ലേൺ ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട്. ഒരു ഡൗട്ട്, ഞാനിപ്പോ റീസെന്റ് ഞാനൊന്ന് ഗിറ്റൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഫാസ്റ്റ് API ചെറുതായിട്ട് ബൂമായി വരുന്നുണ്ട്. അതിന്റെ റീസൺ എന്തുകൊണ്ടായിരിക്കും? ഫാസ്റ്റ് APIയുടെ ലൈക്ക് API റെസ്പോൺസ് ടൈംസ് ഒക്കെ ഭയങ്കര ഇതാണ്. നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ഹൈ പെർഫോമൻസ് APIs ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ Node.js അല്ലെങ്കിൽ ഗോയോ അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് APIs. പക്ഷേ ലൈക്ക് പൈത്തൺ അത്തരം കാര്യങ്ങൾക്ക് ഇത്തിരി ഒരു സ്ലോ ആയിരുന്നു. ഈ ഹൈ പെർഫോമൻസ് APIs ഉണ്ടാക്കാൻ വേണ്ടി അത്രയ്ക്കുള്ളൊരു ഇതൊന്നും അല്ലായിരുന്നു പൈത്തൺ. പക്ഷേ ഈ ഫാസ്റ്റ് API ഈ ഏതാണ്ട് Node.js-ന്റെയും ഗോയുടെ ഒക്കെ ഒരു പെർഫോമൻസ് ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു സാധനമാണ് ഫാസ്റ്റ് API. സോ പൈത്തണിൽ നിലവിലുള്ള APIs-നൊക്കെ ആൾക്കാർ ഇങ്ങനെ പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഫാസ്റ്റ് API-ലേക്ക്. അതായത് പെർഫോമൻസ് ആവശ്യമുള്ളതിനൊക്കെ ഫാസ്റ്റ് API-ലേക്ക് പോർട്ട് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ കാര്യം. ഇത് ഇനി നിലവിൽ ബൂമായി വരുമോ അതോ? നിലവിൽ ബൂമല്ല, കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് ഈ സാധനം ഭയങ്കര പോപ്പുലർ ആണ് ഫാസ്റ്റ് API. പക്ഷെ നമ്മുടെ നാട്ടിൽ അത്ര പോപ്പുലർ അല്ല. പക്ഷെ ഞാൻ അനലൈസ് ചെയ്ത് വെച്ചിട്ട് ബൂമായിട്ട് വരുന്നുണ്ടെന്ന് ഗ്രാഫ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പം ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കമ്പനീസ് ഇപ്പൊ അവരുടെ ഇന്റേണൽ സംഭവം ആയതുകൊണ്ട് ഗൗരവന് അറിയാത്തതുകൊണ്ടാണ്. പക്ഷെ ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, ഞങ്ങളുടെ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? എനിക്ക് ഇവർക്കാർക്കും ഇനിയൊരു ചോദ്യം ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പറയാനുണ്ടോ?
നമുക്ക് ആ ഒരു ലൈക് ആ ഫോമിന്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ വേണ്ടി ബാക്കിയുണ്ടോ, ലൈക് ആൻസർ ചെയ്യാൻ വേണ്ടി ബാക്കിയുണ്ടോ? ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫോമിലുള്ള ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഞാൻ ചോദിച്ചു, അത് റിലേറ്റഡ് ആയിട്ടുള്ളത്. ബാക്കി ചോദിച്ചേക്കുന്ന ഡിഫറെന്റ് കരിയേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്. അത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതിന്റെ സ്കോപ്പിൽ വരുന്ന സാധനം അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയതല്ല അതൊന്നും. സോ അത് വേണമെങ്കിൽ നമുക്ക് വേറെ എപ്പോഴെങ്കിലും ആലോചിക്കാവുന്ന കേസാണ്. ബാക്കി നമ്മുടെ ടെക്കിലുള്ള തന്നെ ബാക്കി ടെസ്റ്റിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇവർക്കൊരു ഐഡിയ ഒന്ന് കൊടുക്കാവോ? എന്ത് ടെസ്റ്റിങ് മീൻസ് നമ്മുടെ ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാവർക്കും IT ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ സ്റ്റാക്ക്, മാൻ സ്റ്റാക്ക്, ഡാറ്റ സയൻസ് ഇത്രേ തന്നെ അവരുടെ ഒരു ഐഡിയ ഉള്ളൂ. ഇതിനപ്പുറം ടെസ്റ്റിംഗ് എന്നും UI UX എന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു ഐഡിയ കൊടുക്കാവോ? സോ ഇപ്പൊ നമ്മളിപ്പോ ഒരു IT കമ്പനി എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സെയിൽസ് ഇതിന്റെ ആൾക്കാരുണ്ടാവും. സെയിൽസിൽ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യുവർ സെയിൽസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, സെയിൽസ് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, ഇംപ്ലിമെന്റേഷൻ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. അതായത് ഇപ്പം ഒരു ERP സിസ്റ്റത്തിന്റെ ERP വിൽക്കുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിച്ചു, അവിടെ സെയിൽസ് ഉണ്ടാവും, സെയിൽസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, സെയിൽസ് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രീ സെയിൽസ് എഞ്ചിനീയേഴ്സ് എന്ന് പറയും. പ്രീ സെയിൽസ് എഞ്ചിനീയേഴ്സിന്റെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസിന്റെ ആൾക്കാർ കൊണ്ടുവരുന്ന കസ്റ്റമേഴ്സിനോട് എന്താ പ്രൊഡക്റ്റ്, എങ്ങനെയാണ് പ്രൊഡക്റ്റ്, വർക്ക് ചെയ്ത് കാണിച്ചു, ഇതൊക്കെയാണ്. പിന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, ഈ സാധനം മറ്റൊരു അവർക്ക് ഹോസ്റ്റ് ചെയ്ത് കൊടുക്കുക, അതിന്റെ ഇന്റഗ്രേഷൻ ഒക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക, ഇതൊക്കെ ആയിരിക്കും അവരുടെ പണി. അപ്പം ഇതൊക്കെയാണ് അവിടെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ERP പോലത്തെ സിസ്റ്റംസ് ഒക്കെ കോറായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ്. ഒരു അത്യാവശ്യം വലിയൊരു കമ്പനിയിലൊക്കെ ആണെങ്കിൽ ഇതിലൊക്കെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും. അതായത് ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ടീം, ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വേറെ ടീം, അതൊരു സ്പെഷ്യലിസ്റ്റുകളായിരിക്കും, ജനറലിസ്റ്റുകളായിരിക്കും അവർക്ക് ചെയ്യുന്നത്. യൂഷ്വലി അങ്ങനെയാണ്. ബാക്ക് എൻഡ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ആൾക്കാർ ബാക്ക് എൻഡ് APIs മറ്റൊക്കെ ഡിസൈൻ ചെയ്യും, ഫ്രണ്ട് എൻഡ് ആൾക്കാർ ഫ്രണ്ട് എൻഡ് ചെയ്യും, പിന്നെ ഡിസൈൻ്റെ ആൾക്കാർ ഡിസൈൻ ചെയ്യും. ഇതൊക്കെയാണ് സാധാരണ അതിൽ ചെയ്യുക. പിന്നെ അത് കൂടാതെ ഈ ഓപ്പറേഷൻസ് അങ്ങനത്തെ കുറെ ആവശ്യങ്ങൾക്കായിട്ട്, അതായത് ഇപ്പം ഈ പ്ലാറ്റ്ഫോം അപ്പായിട്ട് നിൽക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഡെവോപ്സ് മറ്റു കാര്യങ്ങൾ ചെയ്യുക, പിന്നെ ഇന്റേണൽ ടൂൾസ് ബിൽഡ്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ടാവും. അപ്പം ഇതാണ് സാധാരണ ഇതിലൊരു കമ്പനിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഇനി നോൺ കോഡിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പിന്നെ ഉള്ളത് ഈ ബിസിനസ് അനലിസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതാണ് ഒരു പിന്നെ ഡേറ്റ സയന്റിസ്റ്റുകൾ, ഇതാണ് ഒരു കോഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒരു കമ്പനി ഇതൊക്കെയാണ്. എന്തെങ്കിലും ചോദിക്കാണ്ട് ആർക്കെങ്കിലും? ഒരു ഡൗട്ട് അറിയില്ല. ഈ നെക്സ്റ്റ് ERP പോലത്തെ ഓപ്പൺ സോഴ്സ് പറഞ്ഞാല് അത് ആർക്കും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ? നെക്സ്റ്റ് ERPയുടെ കേസ് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അതിൻ്റെ അകത്ത് അവരുടെ ഓപ്പൺ സോഴ്സിന്റെ ലൈസൻസ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ MIT ആണോ, അങ്ങനെ എന്താണ് അവരുടെ ഓപ്പൺ സോഴ്സ് ലൈസൻസ് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അതിന്റെ ലൈസൻസ് എഗ്രിമെന്റ് വായിച്ചാൽ അത് കൃത്യം പറയാൻ പറ്റും. നിങ്ങളുടെ മറ്റേ PPT ഒന്ന് ഷെയർ ചെയ്യാൻ. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ സാധനമൊന്നുമല്ല, ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ജോയിൻ ചെയ്ത് അപ്പൊ ഞാൻ നോക്കട്ടെ. അത് ഇത്തിരി ചടങ്ങാണ്. ഞാൻ അത്ര നന്നായിട്ട് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സാധനമാണ്, അതാണ് ഒരു പ്രശ്നം. കുഴപ്പമില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. ഗൗരവേട്ടനെ ഒന്ന് ഷെയർ ചെയ്തല്ലോ. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സർ, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഏതെങ്കിലും പ്ലാറ്റ്ഫോംസ് ഉണ്ടോ? അത് ഫീവർ തുടങ്ങി അപ്വർക്ക് വരെ ഒരുപാടെണ്ണമുണ്ട്. അപ്വർക്കില് നോക്കി കഴിഞ്ഞപ്പോ അവിടെ മറ്റേ ഇതൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറയുന്നു. മറ്റേ നമ്മ ബിഡ് ചെയ്യുന്ന പോലെ ഇതൊക്കെ വെച്ചിട്ട് എനർജി വെച്ചിട്ട് ബിഡ് ചെയ്യണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ കണ്ടു. എനിക്ക് കറക്റ്റ് അതിന്റെ വർക്കിംഗ് അറിയില്ല, അതുകൊണ്ടാണ്. ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് വർക്ക് എടുത്തിട്ട് ഒരു 10 വർഷമെങ്കിലും. എനിക്ക് ഇപ്പോഴത്തെ അതിന്റെ സെറ്റിങ്സ് അറിയില്ല. സോറി, എനിക്ക് അതിന്റെ ഇപ്പോഴത്തെ അത് എങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയില്ല. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊജക്ട് അവർ ചെയ്യുക, അവർ ബജറ്റ് ഇടും, $1,000 ആണ് ബജറ്റ് ഇടുമെങ്കിൽ നമ്മളത് വായിച്ചു നോക്കുന്നുണ്ട്, റിക്വയർമെന്റ് വായിച്ചു നോക്കും. നമ്മൾ പറയും നമുക്കൊരു $600 ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കവർ ലെറ്റർ ഒക്കെ അയക്കും, ഞങ്ങളുടെ എക്സ്പീരിയൻസ് കാണാൻ, സ്കിൽസ് കാണാൻ പറഞ്ഞിട്ട്. ഇതാണ് സാധാരണ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ.
അങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം പറയാമോ സാർ? എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഏതെങ്കിലും. അത് ഗൂഗിൾ സെർച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാനത് ഇപ്പൊ അടുത്തൊന്നും ചെയ്യാത്തത് കൊണ്ടേ എനിക്കത് കൃത്യം അറിഞ്ഞൂടാ. ഈ റീസെന്റ് ഞാനൊന്നും ചെയ്തിട്ടില്ല, അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. മേ ബി ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റീസിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡിസ്കോർഡിലും ഉണ്ട്. ഷെയർ ചെയ്ത് കൊടുത്തേക്കും. അപ്പം ഞാനൊന്ന് IB വന്നോട്ടെ ചേട്ടാ, ഗൗരവേട്ടാ. പിങ് ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ സാർ, ഈ ഫ്രഷറായിട്ട് ഇപ്പൊ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുമ്പം ചിലർക്കൊക്കെ മറ്റേ അവര് സാലറി എക്സ്പെക്ടേഷൻ ചോദിക്കാറുണ്ട്. നമ്മള് ഫ്രഷറായിട്ട് ഇപ്പോഴത്തെ സ്ഥിതിക്ക് സത്യം പറഞ്ഞ ജോലിയാണ് പ്രധാനം, സാലറി അല്ല ഇപ്പോഴത്തെ കണ്ടീഷൻ. എന്നാൽ ചിലയിടത്തൊക്കെ അഥവാ നമ്മൾ ചോദിക്കുന്നത് അവരുദ്ദേശിക്കുന്ന കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റാതെ കൂടിയോ കുറയോ ചെയ്തിട്ട് അവർ റിജക്ട് ചെയ്യുക, അങ്ങനത്തെ ഉള്ള ഇഷ്യൂസസ് വരാതിരിക്കാൻ വേണ്ടി കറക്റ്റ് ഇപ്പോൾ ഫ്രഷറിനെ എത്രത്തോളം എക്സ്പെക്ട് ചെയ്യാം? അത് നമുക്ക് അതൊരു കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റാത്തൊരു പ്രശ്നം. ഒരു ഫ്രഷറെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ പറയാ ഫസ്റ്റ് 3 years നിങ്ങൾ ഇപ്പൊ ഞാനാണ് ഫ്രഷായിട്ട് ജോലി ചെയ്ത് ഫസ്റ്റ് 3 years ഞാൻ സാലറി നോക്കൂല. അത് അവരെനിക്ക് ദിവസം 100 രൂപ തരുന്നുണ്ടെങ്കിൽ ഞാൻ സാലറി നോക്കൂല. ഫസ്റ്റ് 3 years ഞാൻ സാലറി നോക്കാതെ ചെയ്യുള്ളൂ. കാരണം എനിക്ക് നിങ്ങൾ നിങ്ങളുടെ കരിയർ എങ്ങനെ ഫോർ വാറ്റ് വേരിയബിൾ യു ആർ ഒപ്റ്റിമൈസിംഗ് യുവർ കരിയർ. ഇൻ ദ ഫസ്റ്റ് 3 years യു ഒപ്റ്റിമൈസ് ഫോർ ലേണിംഗ്. ഓക്കെ, നിങ്ങൾ സാലറി ഇല്ല, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പിൽ ജോലി കിട്ടുന്നു, അവിടെ നിങ്ങൾക്ക് എത്രയാണ് 3 lakhs per annum ആയിരിക്കും കിട്ടുന്നത്. ഒരു കോർപ്പറേറ്റ് TCSൽ കിട്ടുന്നത് 6 lakhs ആയിരിക്കും കിട്ടുന്നത്. ചൂസ് എ സ്റ്റാർട്ടപ്പ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്റ്റാർട്ടപ്പ് ചൂസ് ചെയ്യുക. സാർ, നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ പഠിക്കാനുണ്ടാവും, അവിടെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്ന ഡിഫറൻസ്, ഇവിടെ ഉണ്ടാകുന്ന 3 lakhs ഡിഫറൻസ് ഒരു 3 years കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ 3 lakhs ചിലപ്പം ഒറ്റ ജമ്പ് 20 അല്ലെങ്കിൽ 30 പക്ഷെ TCS ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ഞാൻ ഇത്തരത്തിലുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഒപ്റ്റിമൈസ് ഫോർ ലേണിംഗ്. നല്ല കമ്പനിയാണ്, നല്ല പ്രോബ്ലംസ് ആണ് അവർ സോൾവ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ആണെങ്കിൽ അവർ പറയുന്ന സാലറിക്ക് അവർ പറയുന്ന ഓഫർ അക്സെപ്റ്റ് ചെയ്യുക. അത്തരത്തിലുള്ള ഒരു കമ്പനി ആണെങ്കിൽ അവരൊരു ഫെയർ ആയിട്ടുള്ള ഓഫർ തരും, അത് അക്സെപ്റ്റ് ചെയ്യുക. മേ ബി ചേർന്ന് 1 വർഷം കഴിഞ്ഞതിന് ശേഷം ട്രൈ ടു നെഗോഷിയേറ്റ്. കാരണം ബാക്കിയുള്ളവരോടൊക്കെ ഒന്ന് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്യാമല്ലോ, അങ്ങനെ ചെയ്യുക. അല്ലാതെ ആദ്യമേ ഒരുപാട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇപ്പൊ US നിങ്ങളിപ്പം ഈ സാലറി നെഗോസിയേഷനെ കുറിച്ചൊക്കെയുള്ള വലിയ വീഡിയോസ് ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതൊരു കോർപ്പറേറ്റ് ഇപ്പോ US പോലുള്ള സ്ഥലത്തിലുള്ള ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിലൊക്കെ അത് ആ ഒരു സംഭവം വർക്ക് ആവും. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു മ്യൂച്വൽ റെസ്പെക്ട് ആണ്. ഇപ്പൊ ഒരു നെഗോഷിയേറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു മോശം സംഭവം നമ്മളെ കാണുന്നില്ല. പക്ഷെ ഇവിടത്തേക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ വിത്ത് HR അവൻ നെഗോഷിയേറ്റ് ചെയ്യുന്ന അവൻ്റെ ഒരു മോശം കാര്യം ചെയ്യുന്ന രീതിയിലേക്കാണ് ആൾക്കാർ എടുക്കുക. അപ്പൊ പല ആൾക്കാരും അങ്ങനെയായിരിക്കും എടുക്കുക. സോ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഓഫർ തന്നെ റിവോക്ക് ചെയ്യുന്നു വരും. സോ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഞാൻ പറയാ ഒപ്റ്റിമൈസ് ഫോർ ലേണിംഗ്, ലേറ്റർ ഒപ്റ്റിമൈസ് ഫോർ മണി, അങ്ങനെ ഞാൻ പറയുന്നു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? നിങ്ങൾ പഠിത്തം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് കമ്പനിയിലാണോ അത് സ്റ്റാർട്ട് ചെയ്തത്? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഫസ്റ്റ് ക്ലയന്റിനെ കിട്ടി? നമ്മളിപ്പോ ഒരു ക്ലയന്റിനെ കിട്ടണമെന്ന് നമുക്ക് ഒരു സ്കില്ല് ഇന്നയാള് ക്വാളിഫൈഡ് ആണെന്നൊക്കെ കാണിക്കണ്ടേ? അപ്പം നിങ്ങൾ എങ്ങനെ ആ ഒരു പ്രശ്നം നിങ്ങൾ ഓവർകം ചെയ്തത്? ഞാൻ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്താണ്. നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഫ്രീലാൻസ് ചെയ്തിരുന്നു. അത് അന്ന് ഈ അപ്വർക്ക്, ഇലാൻസ് ഒക്കെ പോലുള്ള സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിരുന്നു. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തെടുക്കേണ്ടി വരും. അവരോട് പറയും അവർ ചിലപ്പോൾ ഒരു $500 ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 പോസിറ്റീവ് റിവ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നമ്മൾ പറയാം $10 ചെയ്തു തരാം, എനിക്ക് ഇപ്പോൾ ഒരു പോസിറ്റീവ് റിവ്യൂ കിട്ടിയാൽ മതി എന്ന് പറയും. അങ്ങനെ 2-3 വർക്കൊക്കെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്ത് അവിടെ ഒരു പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കോട്ട് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ക്ലയൻസിലൊക്കെ കിട്ടിയത് കോളേജിൽ കൊണ്ടുവരുന്ന സമയത്ത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വലിയ വലിയ ക്ലയന്റുകളൊക്കെ കാണിച്ചിട്ടുണ്ട് സൈറ്റ് ഞാൻ നോക്കിയപ്പോഴും. അപ്പൊ അത് റെഫറൽ വഴിയാണ് നിങ്ങൾക്ക് കിട്ടിയത്? അതിന് കമ്പനി തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം കിട്ടിയതാണ് ഇവരൊക്കെ. അത് കമ്പനി തുടങ്ങിയ സമയത്ത് കിട്ടിയിരുന്നുണ്ട്.
ഞാൻ കമ്പനി തുടങ്ങിയിട്ട് 13 വർഷമായി. റഫറൽ എന്നല്ല, അത് പല മാർഗങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് പാർട്ട്നേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മളുടെ മാർക്കറ്റിംഗ് ടീമും സെയിൽസ് ടീമും റീച്ച് ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ടാവും. അങ്ങനെ പല രീതിയിൽ ഉണ്ടാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ക്ലയന്റിനെ പെട്ടെന്ന് കിട്ടാൻ നല്ലൊരു വഴി എന്ന് പറയുന്നത് ലിങ്ക്ഡിനാണ്. ജെന്യൂൻ ആയിട്ട് അവിടെ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലയൻസിനെ കിട്ടും, അതും ഇന്റർനാഷണൽ ക്ലയൻസ്, ജെന്യൂൻ ആയിട്ടുള്ള. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ കോഡ്ഷപ്പില് ഞാനിപ്പോ DSA പഠിച്ചു തുടങ്ങിയ പൈതൺ യൂസ് ചെയ്തിട്ടാ. അപ്പോ നിങ്ങള് കോഡ്ഷപ്പ് C++ ആണ് അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞതിന് കാരണം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പൈത്തൺ എന്ന് വെച്ചാൽ ഇങ്ങനെ കഥ എഴുതുന്ന പോലെ എഴുതി പോകുന്ന ഒരു സാധനമാണ്. അപ്പം പൈത്തണിൽ നിന്ന് മറ്റുള്ള ലാംഗ്വേജിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക്, അതായത് ഇപ്പൊ തന്നെ ഗോയോ അല്ലെങ്കിൽ മറ്റു ലാംഗ്വേജിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ കഥയത്തെ സിൻടാക്സ് മറ്റേ നമ്മുടെ വ്യത്യാസം കാരണം ആൾക്കാർക്ക് ഒരു മടുപ്പ് അല്ലെങ്കിൽ ഇത് ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല അവർ. അതുകൊണ്ട് ഞാൻ പറയാന്ന് ഫസ്റ്റ് ലാംഗ്വേജ് എപ്പോഴും C++ ആയിരിക്കണം എന്ന് ഞാൻ പറയാം. C++ C ആയിരിക്കണം എന്ന് ഞാൻ പറയാം. സോ അത് പഠിച്ചിട്ട് പൈത്തൺ പഠിക്കുക അല്ലെങ്കിൽ വേറെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായി. അതാണ് ഒരു കാര്യം. പിന്നെ ഈ ലൈക് കോമ്പറ്റേറ്റീവ് കോഡിംഗ് പോലുള്ള സംഭവങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈത്തൺ മൈറ്റ് വർക്ക്, പക്ഷെ ചില പ്രോബ്ലംസിനൊക്കെ TLE ആയിരിക്കും, ടൈം ലിമിറ്റ് എക്സീഡ് എറർ അടിക്കും. അപ്പോൾ ഇച്ചിരി കുറച്ച് ഹാർഡ് പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പൈത്തൺ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈം ലിമിറ്റ് എക്സീഡ് എന്ന് പറഞ്ഞ എറർ അടിച്ചത് പാസ് ആവില്ല, ടെസ്റ്റ് കേസ് പാസ് ആവില്ല. പക്ഷെ C++ ആണെങ്കിൽ അത് വലിയ കുഴപ്പമില്ലാതെ പാസ്സായി. ഇതാണ് അതിന്റെ വ്യത്യാസം. ഇനി എന്തെങ്കിലും ചോദ്യം? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണ്ടോ? മടിച്ചിരിക്കണ്ട, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ചോദ്യം ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു 5 മിനിറ്റ്സിൽ ക്ലോസ് ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ ഒരു കമന്റിൽ ചോദിച്ചോട്ടെ. നമുക്കൊരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ആരെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. ഓക്കെ, അപ്പം ആരും ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് എന്നാല് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ താങ്ക് യു മല്ല പ്രോഗ്രാംസിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. ഇതുപോലുള്ള വെബിനാർസ് ഇനിയും ഞാൻ ചേട്ടന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു. സമയം കണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഫൈനലായിട്ട്? എനിക്ക് ഇവരോട് പറയാനുള്ളത് വെച്ചിട്ടുള്ളൂ, സെൽഫ് ലേൺ ചെയ്യുക, നിങ്ങളുടെ നെറ്റ്വർക്ക് ക്യാപിറ്റൽ ബിൽഡ് ചെയ്യുക, പോർട്ട്ഫോളിയോ പ്രൊജക്ട് ചെയ്യുക, സ്വന്തമായിട്ട് പോർട്ട്ഫോളിയോ പ്രൊജക്ട് നന്നായിട്ട് ചെയ്യുക. അത് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആണെങ്കിൽ നിങ്ങളൊന്നും വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ സ്റ്റാക്ക് ഓവർഫ്ലോ ഉണ്ട്, ChatGPT ഉണ്ട്, ഇതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ സോൾവ് ചെയ്യുക. അങ്ങനെ സെൽഫ് ലേൺ ചെയ്തേ നിങ്ങൾ എവിടെയെങ്കിലും എത്തുള്ളൂ. ആരും സ്പൂൺ ഫീഡ് നിങ്ങൾ എവിടെ എത്താൻ പോകുന്നില്ല. അപ്പോൾ സെൽഫ് ലേൺ ചെയ്യുക, മാക്സിമം പ്രൊജക്ട് ചെയ്യുക, എല്ലാ ദിവസം എന്തെങ്കിലും കൂടുതലായിട്ട് പഠിക്കുക. ദാറ്റ്സ് ഓൾ. ഇവിടെ ഉള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാം. ഇനി റിക്വസ്റ്റ് അയച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ലെങ്കിലും മെസ്സേജ് എങ്കിലും അയക്കാം. ഞാൻ എപ്പോൾ വേണമെങ്കിലും റെസ്പോണ്ട് ചെയ്യും. പിന്നെ ഫേക്ക് പ്രൊഫൈൽസ് ഞാൻ അധികം അക്സെപ്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ ഞാൻ റെസ്പോണ്ട് ചെയ്യും. മെസ്സേജ് അയക്കാൻ ആർക്കൊരു മടിയും വേണ്ട. എപ്പോൾ വേണോ എന്നോട് ചോദിക്കാം. മണ്ടത്തനാവുമെന്ന് എഴുതിയിട്ട് ചോദിക്കാതിരിക്കുകയും വേണ്ട. ഞാനും ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് പഠിച്ചു വന്നത്. ഇവരുടെയൊക്കെ ഇങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ട്, ചോദിച്ചാൽ മണ്ടത്തനായി പോവോ. അപ്പൊ അതുകൊണ്ട് ചോദിക്കണ്ട, ബാക്കിയുള്ളവരുടെ മുന്നിൽ നാണം കെടൂല എന്നൊരു മെന്റാലിറ്റി ഇവർക്കെല്ലാം ഉണ്ട്. ചോദിച്ച് വരണമെന്നില്ല. ഇതൊരു പ്രശ്നമാണ്. ഇത്തരത്തിലേക്ക് പോകണമെങ്കിൽ ഈ ഉളുപ്പെന്നുള്ള സാധനം മാറ്റി വെക്കണം. ഒരാളോടും സംശയം ചോദിക്കുക ഒരു മടിയും വേണ്ട. ആൾക്കാരെന്താ വിചാരിക്കണ്ട, നിങ്ങളെ കുറിച്ച് വിചാരിക്കും. നിങ്ങളൊരു മണ്ടത്തരം പറഞ്ഞാൽ തന്നെ അത് ഓർത്തിരിക്കില്ല അവരുടെ ജോലി നോർത്താൽ മതി. ഞാനത് 2-3 പേരും ഇങ്ങനെ മടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഞാനും വലിയ മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ട് അവരൊന്നും പഠിച്ച. അല്ല, അതൊക്കെ എല്ലാവർക്കും പറ്റുന്നത്, എനിക്കും പറ്റിയിട്ടുണ്ട്. അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ, നമുക്കപ്പോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇതൊരിക്കുന്ന ശരത്തേട്ടനും നന്ദി. ഓക്കെ, താങ്ക് യു. വേറൊന്നുമില്ലല്ലോ.
ശരി, അപ്പൊ ലീവ് ചെയ്യാം.